ഞാൻ പെണ്ണാണ്, ഞാൻ ഫേസ് ചെയ്ത അബ്യൂസ് എല്ലാം ആണുങ്ങളുടെ കയ്യിൽ നിന്നാണ്. എനിക്ക് എന്റെ എക്സ്പീരിയൻസ് പറയാൻ പറ്റുള്ളൂ. ഞാൻ ഗൗരി ലക്ഷ്മി എന്നൊരു വ്യക്തിയുടെ എന്തെങ്കിലും ഒരു മെമ്മറി ഇറേസ് ചെയ്ത് കളയാൻ പറ്റുമെങ്കിൽ ഏതായിരിക്കും? അങ്ങനത്തെ ഒരു എന്തെങ്കിലും ഒരു മെമ്മറി ഉണ്ടായിരിക്കും? പെയിൻ എന്തായാലും ലൈഫിലുണ്ടാവും. പെയിൻ ഇസ് ഇന്നെവിറ്റബിൾ. നമ്മളെല്ലാവരും സം ഫോം ഓഫ് പെയിനിൽ കൂടെ സം സ്റ്റേജ് ഓഫ് ലൈഫിൽ പോയേ പറ്റത്തുള്ളൂ. ചില ആളുകൾ നിൽക്കും, ചില ആളുകൾ കോൺസ്റ്റന്റ്ലി നിൽക്കും, ചില ആളുകൾ കൊഴിഞ്ഞു പോകുന്നവരുണ്ട്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് ജസ്റ്റ് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ഇറ്റ്. ഏറ്റവും വലിയൊരു നോണയായിട്ട് എനിക്ക് തോന്നിയേക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ നമ്മളോട് പറയണം ജീവിതകാലം മുഴുവൻ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് പറയണതായിരിക്കും. എവിടുന്നാണ് ഇത്ര നാണക്കേട് വന്ന ടീച്ചറിനോട് ചോദിക്കാൻ? എവിടുന്നാണ് ഈ RS കുട്ടി പഠിച്ചത്? ഒരുപാട് ജീവിതാനുഭവം ഒന്നും ഇല്ലല്ലോ. സോ ആ കുട്ടി എന്ത് വലിയ സ്പോഞ്ചായിട്ട്, 6 വയസ്സിലെ കുട്ടീൻ്റെ ബ്രെയിൻ എന്ത് സ്പോഞ്ചാന്ന് ആലോചിക്കാൻ ഞാൻ. എനിക്ക് ഓർമ്മ വരുന്നില്ല. ഞാനെന്ത് കല്യാണം എന്നാണ്, കല്യാണം ഡേറ്റ് ആവുന്നല്ലോ, നീ എന്തായാലും വരണം, നീ വന്നൊരു പാട്ടൊക്കെ പറയണേ. ശരി, ഉറപ്പായിട്ടും ശരി വരണേ, ഓക്കെ. ഫോണൊക്കെ വെച്ച് ഞാനിങ്ങനെ ഇരിക്കുക. അതിന് കലേശപ്പത്തിന് എടാ ഒരാളിപ്പോൾ വിളിച്ചടാ, എനിക്ക് മനസ്സിലായില്ല. കല്യാണം വിളിച്ച് ഭാര്യയോട് സംസാരിച്ച് ആരാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതാണ് അവസ്ഥ. ജീവിതത്തിലെ ഓരോ അനുഭവവും സംഗീതമാക്കി മാറ്റാൻ പറ്റുന്ന ഒരാൾ. സിംഗർ മാത്രമല്ല, സോങ് റൈറ്റർ, കമ്പോസർ, പെർഫോമർ, അങ്ങനെ പല ലേബിളും നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റിന്. സോ എല്ലാവർക്കും നമ്മുടെ സെക്കൻഡ് തോട്ട്സ് എന്ന പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ഗൗരി ലക്ഷ്മിയാണ്. Some voices don't just sing, they stay with us. From the soul-stirring Aaron and Jill from Goda to the beautiful Alolam from Love Action Drama, the heartfelt Athmavin Akashathil from John Prakashan, and the unforgettable Kondo from Big Brother. Her voice has become the soundtrack to countless emotions, but her journey is far more than playback singing. A composer from a remarkably young age, an independent artist, a performer, and a storyteller through music, she has continued to redefine what it means to create with honesty and heart. Today, we step beyond the songs, beyond the stage, and into the life, the dreams, the struggles, and the stories that shaped the artist behind the voice. Please join us in welcoming the incredibly talented Gauri Lakshmi to Second Thoughts. ഞാൻ ഇങ്ങോട്ട് വണ്ടിയിലൊക്കെ വരുമ്പോൾ ഞാൻ ഇവരോട് പറയായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടം, എനിക്ക് നേരി കാണണമെന്ന് ഞാൻ അത്ര ആഗ്രഹിച്ചത്. പ്രത്യേകിച്ച് സഖിയ സോങ് ഇപ്പോഴും നമ്മൾ പറയില്ലേ, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്ന കുറേ സോങ്സ് ഉണ്ടായിരിക്കും. അതിലൊരു സോങ്ങാണിത്. എനിക്ക് ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുക, ഈ സോങ്ങിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒന്ന് പറ്റുമോ? താങ്ക് യു. സഖിയേ നിൻ കൺമുനകളിൽ നിൻ പാൽ പുഞ്ചിരിയിൽ ഞാൻ അറിയുന്നു എന്നോടുള്ള നിൻ സ്നേഹം സഖിയേ. അയ്യോ, ഞാൻ ആലോചിക്കും 13 വയസ്സിലാണ് ഈ സോങ് കമ്പോസ് ചെയ്യുന്നത്. ഞാൻ 13 വയസ്സിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുമ്പോൾ എനിക്കിപ്പോഴും അറിയില്ല ഞാൻ എന്താ ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ 13 വയസ്സിൽ ഇത്രയും ലൈൻസ്? കാരണം എനിക്ക് സോങ് കേൾക്കുമ്പോണ്ടല്ലോ, എനിക്ക് എന്തൊക്കെയോ മെമ്മറീസ് ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് എൻ്റെ കണ്ണറിയാനെന്ന് അറിയും, എനിക്കറിയാം. നമ്മളറിയില്ല, ചില സോങ്സ് തന്നെ എനിക്ക് പല മെമ്മറീസ് നമുക്ക് അറിയാം. എന്തെങ്കിലും ഈ ഒരു സോങ് എഴുതുമ്പോൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ മനസ്സിൽ? 13 വയസ്സുള്ള സാധനങ്ങളൊക്കെ വളരെ നോർമലായിട്ടുണ്ടാവുന്ന സാധനങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ എനിക്ക് ഒരു 10 വയസ്സ് തൊട്ട് ചെറിയ തോതിൽ ഇങ്ങനെ എഴുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞി റൈംസ് ഒക്കെ ആയിരിക്കും. ഫസ്റ്റ് പാട്ട് നീലക്കായൽ തീരെ തഴുകി ഉണർത്തിയ കാറ്റ് എന്നൊക്കെയാണ് തുടങ്ങുക നമ്മൾ ആദ്യം. പിന്നെ ഈ എക്സ്പോഷർ ഉണ്ടല്ലോ, നമ്മൾ കേൾക്കുന്ന പാട്ടുകൾ, ഇപ്പം ആ സമയത്തെ സിനിമാ പാട്ടുകളാണെങ്കിലും അപ്പം അത് മാത്രമല്ലേ കേൾക്കുന്നുള്ളൂ. ഇപ്പോഴുള്ള അത്രയും പുറത്തോട്ടുള്ള പാട്ടൊന്നും നമുക്ക് കേൾക്കാനുള്ളൊരു സ്കോപ്പ് അപ്പം ഇല്ലല്ലോ. അങ്ങനെ കേട്ടതെന്നും കണ്ടതെന്നൊക്കെ കൂടെ വന്നൊരു സാധനമാണ്. എനിക്ക് ഇപ്പൊ തോന്നുന്നത് എന്താണെന്നറിയോ, ഗൗരി ലക്ഷ്മി എന്നൊരാളെ ആൾക്കാർക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും 5 വർഷം മുമ്പ് ഗൗരി ലക്ഷ്മിനെ കുറച്ചും കൂടി ആൾക്കാർക്ക് അറിയായിരുന്നു. വെച്ചാൽ എന്താണ് ഗൗരി ലക്ഷ്മി, ആരാണെന്ന് അറിയാം. എന്നാൽ ഇപ്പോൾ ആൾക്കാർക്ക് ഗൗരി ലക്ഷ്മി എന്ന് വെച്ചാൽ ജഡ്ജ് ചെയ്യുക. എനിക്ക് പേഴ്സണലി കാണുമ്പോൾ ഞാൻ ആലോചിക്കും, ഇവരൊക്കെ എന്തറിഞ്ഞിട്ട് ഈ കമന്റ്സ്. കാരണം 3 വയസ്സിൽ പാട്ട് പഠിക്കാൻ തുടങ്ങിയ ഒരാള് കമന്റ്സ് വായിച്ചു കഴിഞ്ഞാൽ തോന്നും ഗൗരി ലക്ഷ്മി എല്ലാവരും പാട്ട് പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരാളെ ജഡ്ജ് ചെയ്യാനും ഒക്കെ ഈസിയാണ് ഭയങ്കര. നമ്മൾ ഒരാളെ അത്രയും അഡ്മയർ ചെയ്യണ ആളെ ഇത്രയും ഒരു കമന്റ്സ് കാണുമ്പോൾ നമുക്ക് തന്നെ അത് ഭയങ്കര ഹേർട്ട്. അപ്പോൾ ഗൗരി ലക്ഷ്മി എങ്ങനെ ഇതാക്കുന്നത്? പ്രത്യേകിച്ച്
നമ്മളുടെ ഒരു ഏറ്റവും ഒരാളുടെ ഒരു ടാലന്റ് ആണ് ഒരു ഇപ്പൊ എനിക്ക് വന്നിട്ട് ഒരു 2 ലൈൻ എഴുതാൻ പറഞ്ഞാൽ എനിക്ക് പറ്റേയില്ല. അല്ലെങ്കിൽ എന്നോടൊരു 2 വരി പാടാൻ പറഞ്ഞാൽ ഞാൻ മാറി നിൽക്കും. അപ്പോൾ നമ്മുടെ സ്വന്തം ഒരു അത്രയും നമ്മുടെ അനുഭവം വെച്ച് എഴുതുന്ന ചിലപ്പോൾ പാട്ടുകളായിരിക്കും. അതിനൊക്കെ ഒരാള് ഭയങ്കര ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് ഓരോന്നും കമന്റ് ചെയ്യുമ്പോൾ ഓക്കെ, ഹെൽത്തി ക്രിറ്റിസിസം ഓക്കെയാണ്, പക്ഷെ ഇതുപോലത്തെ കമന്റ്സ് വരുമ്പോൾ എങ്ങനെയാ അത് മാനേജ്? അല്ല, എനിക്കത് മനസ്സിലായ ഇപ്പം ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ബിഹേവിയർ മൂർച്ഛിച്ചിട്ടൊരു 1-2 വർഷമേ ആയിട്ടുള്ളൂ. 2 വർഷം കൂട്ടാം. എനിക്ക് 2 വർഷത്തിൽ കൂടെ ഞാൻ എത്തിയൊരു സ്ഥലം എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായത് എന്നെ കുറിച്ചിട്ടല്ല. അതിപ്പം നിങ്ങൾ ഒരുപാട് ഈ പറഞ്ഞ പോലെ കമന്റ്സിൽ അറ്റാക്ക് കിട്ടുന്ന ആണല്ലോ, ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. അപ്പം അത് ഒരുപാട് പേര് ഇതുപോലെ പബ്ലിക് ഐയിലോട്ട് അവർക്ക് മനസ്സിലാവാത്തതോ അല്ലെങ്കിൽ അവർക്ക് പരിചയമില്ലാത്തതോ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വെക്കുമ്പം ഉറപ്പായിട്ടും റെസിസ്റ്റൻസ് ഉണ്ടാവും. പക്ഷെ ആ റെസിസ്റ്റൻസ് നമ്മൾ നല്ലതെന്തോ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൈനായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. അതായത് സൊസൈറ്റലി നമ്മളെ പഠിപ്പിച്ചു വെച്ചതോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടോ കൾച്ചറലായിട്ടോ ഒക്കെ നമ്മളെ പഠിപ്പിച്ചതിൻ്റെ എതിർവശത്തോട്ട് നമ്മളെന്തോ ചെയ്യുന്നുണ്ട്. ആൻഡ് അങ്ങനെ ആരൊക്കെയോ എപ്പോഴൊക്കെയോ ചെയ്തുകൊണ്ട് മാത്രമേ നമ്മുടെ സൊസൈറ്റി ഇവോൾവ് ചെയ്തിട്ടുള്ളൂ. ഫ്രം ദ ടൈം സ്ത്രീകൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല, അല്ലെങ്കിൽ കീഴ്ജാതിക്കാർ മേലാളന്മാരുടെ മുമ്പിൽ വരാൻ പാടില്ല എന്നുള്ള കാലം നോക്കിയാലും ഏതോ ഒരാൾ അതിൻ്റെ എഗൻസ്റ്റ് ആയിട്ട് എന്തോ കാണിച്ചതെന്നാണ് മാറ്റങ്ങൾ തുടങ്ങുന്നതും. ഇനി അങ്ങോട്ടും അത് തന്നെ സംഭവിക്കുക. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ഏറ്റവും മൈക്രോ ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് മുതൽ മാക്രോ ലെവലായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഞാനതിനെ കാണുന്നത് ഇത് അവരുടെ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റും അവർക്ക് മനസ്സിലാവാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ ഭാഗമായിട്ട് അവരുടെ ലൈഫ് ഫ്രസ്ട്രേഷൻ്റെ എന്തോ ഒരു സാധനം ഇവിടെ വന്ന് പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ഇത് ഭയങ്കര കോമഡി ആയിട്ട് തോന്നി. ഇപ്പം ഞാനിപ്പോൾ ചെയ്യണത്, എനിക്ക് പല കമൻസും കാണുമ്പോൾ എനിക്ക് ചിരി വന്നിട്ട് ഞാൻ ഭയങ്കര റാൻഡം റിപ്ലൈസ് കൊടുക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവം, ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തൊരു സംഭവമാണ്. എൻ്റെ ഒരു പാർട്ട്ണർ താഴെ വന്നിട്ട് ഈ കോപ്രായമൊക്കെ കാണാതിരിക്കാൻ എന്താ ചെയ്യണ്ടേ ഞാൻ കണ്ടായിരുന്നു. അപ്പം ഞാനതിൻ്റെ താഴെ മറ്റേ വെണ്ണിലാച്ചന്ദനകേണ്ടതിന് കണ്ണാരം പൊത്തിക്കൽ എല്ലാം, യു ക്യാൻ ഡു ലോട്ട് ഓഫ് തിങ്സ് ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് സ്പിറ്റിംഗ് ഹേറ്റ് ഹിയർ, റൈറ്റ്? അപ്പോൾ ആ ഓപ്ഷൻ പോലും അറിയാൻ വയ്യാത്ത മര്യാദ ഇല്ലാത്ത കുറെ ആളുകളാണ്. എല്ലാവരും നമ്മളെ സ്നേഹിക്കണം, നമ്മൾ ഒരിക്കലും വാശി പിടിക്കുന്നില്ല. ഓക്കെ, നമുക്ക് ഇഷ്ടമില്ലാത്തൊരു അങ്ങനെയുള്ള ഏറ്റവും വലിയ ഓപ്ഷനാണ് ആളെ കാണാതിരിക്കുക എന്നുള്ളത്. ഈ ആൾക്കാർ എന്തിനു വന്ന് കാണണം? ഓക്കെ, നമ്മളെ പോസ്റ്റും സ്റ്റോറികളും ഇത് കാണുമായിരുന്നു. എനിക്കിപ്പോ ഒരു സാധനം ഇഷ്ടമല്ല, ഒരാളെ കണ്ടന്റ് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഐ ഓൾവേസ് ഹാവ് ദി ഓപ്ഷൻ ടു ജസ്റ്റ് മൂവ് പാസ്റ്റ്. അപ്പൊ അത് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് പോലും ചിന്തിക്കാൻ പറ്റാത്ത ആളുകൾ, ഇറ്റ്സ് ദെയർ പ്രോബ്ലം. ഇപ്പോ മെയിൻ ഒരു കാര്യമാണ് കമ്പാരിസൺ. മെയിനായിട്ട് ഇപ്പൊ ഓക്കെ, ഒരുപാട് നല്ല സിംഗേഴ്സ് ഉണ്ട്, ഒരുപാട് പക്ഷെ എല്ലാം ഒരേപോലത്തെ പാട്ടുകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും ഡിഫറൻസ് വരുന്നത്. ഇപ്പോൾ നമുക്ക് നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ ഓരോ ദിവസം നമ്മളെ ക്യാരക്ടർ മാറ്റാൻ പറ്റും. പക്ഷെ എന്ന് നമ്മൾ വേറൊരാളായിട്ട് നമ്മളായിട്ട് കമ്പയർ ചെയ്യാൻ തുടങ്ങിയോ, അവിടെ നമ്മൾ തന്നെ ഒരു സാധനമേ, പിന്നെ ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞതില്ല. ഈ ആൾക്കാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടത്, ചിത്ര മാം, KS ചിത്ര, സുജാത മാം, ഇവരൊക്കെ പാട്ട് കണ്ടില്ലേ, എന്താ ഒരു ഈണം, എന്താ ഒരു താളം, എന്താ ശ്രുതി, അത് അവരുടെ ടൈപ്പ് ഓഫ് സിംഗ്. നമുക്ക് ഒരിക്കലും അവരായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനേ പറ്റില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഓഫ് സിംഗിങ് ഉണ്ട്. ഗൗരി ലക്ഷ്മി എന്ന ഒരാളെ പോലെ ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ പാടാനും പെർഫോം ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ലൈവായിട്ട് ഒരു സോളോ പെർഫോമൻസ് ഞാൻ എൻ്റെ ഫസ്റ്റ് ഗൗരി ലക്ഷ്മിനെ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുമ്പോഴാണ് തോന്നുന്നു കണ്ടത്. ഞാൻ 2 മണിക്കൂർ എങ്ങനെ ഇത്രക്കൊരാൾക്ക് എനർജി ലെവലും കീപ്പ് ചെയ്യാൻ പറ്റുന്നത്, ഞങ്ങൾ ഞെട്ടിപ്പോയിട്ടുണ്ട്. കിതപ്പ് ഞാൻ കണ്ടില്ല, ഒരു കിതപ്പ് ഞാൻ കണ്ടില്ല. കാരണം വെറുതെ പാടുകയല്ല ഇരുന്ന്, പെർഫോം ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഈ ആൾക്കാർ ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുമ്പോൾ ഒരു വട്ടം ആ ഒരു പാട്ട് കണ്ടിട്ടുണ്ടായിരിക്കില്ല. അതിൽ പോലെ മുറിവ് എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ പേര് പെണ്ണ്, അതിൽ ആരെ ശ്രുതി നോക്കാം. കാരണം പല വട്ടം ഗൗരി ലെവനെ പറഞ്ഞിട്ടുണ്ട്, അത് ഗൗരിയുടെ അനുഭവമാണ് അതിൽ എഴുതിയേക്കണേ എന്നുള്ളത്. കാരണം നമ്മൾ സ്ത്രീകള് ഇപ്പൊ ബസ്സിലായിക്കോട്ടെ, ബസ്സിലിങ്ങി പോട്ടെ, നമുക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ സെക്ഷൽ അബ്യൂസ്, അതിപ്പോ ഇനി ഫിസിക്കലി ആവണ്ട, ഈവൻ സ്റ്റെയർ കൊണ്ടായിരിക്കും, ഏതെങ്കിലുമൊക്കെ രീതിക്ക് ഇതായിരിക്കും. ആ ഒരു ഇമോഷൻ നമ്മളൊരു പാട്ടിലൂടെ കൊണ്ടുവരുമ്പോൾ അത് കാണാൻ ശ്രമിക്കാതെ അവിടെ ശ്രുതിയും കാര്യങ്ങളും അല്ലെങ്കിൽ ഈണവും വെച്ച് നോക്കിയിരുന്നു കഴിഞ്ഞാൽ അതിനേ സമയം കിട്ടുള്ളൂ. സോ എന്തായിരുന്നു ആ ഒരു സോങ്ങിലോട്ട് ഈ എൻ്റെ പേര് പെണ്ണ് എന്നുള്ള ആ ഒരു ഞാൻ ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ, ഫിലിം മ്യൂസിക് അല്ലാണ്ട് കവേഴ്സ് അല്ലാണ്ട് പ്ലേ ബാക്ക് അല്ലാതെ ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഞാനൊരു കോളേജിൽ പഠിക്കുന്ന സമയത്താണ് എൻ്റെ ഫസ്റ്റ് തോണി എന്ന ട്രാക്ക് റിലീസ് ചെയ്യുന്നത്. അപ്പം മുതലേ എനിക്ക് പറയാൻ തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പാട്ടായിട്ട് എഴുതുന്നുണ്ട്. അതിലൊന്നായിട്ട് മാത്രമേ
ഈ പാട്ടും എനിക്കുള്ളൂ. മുറിവ് എന്നുള്ള പാട്ട് ബാക്കി എല്ലാ പാട്ടുകളെയും പോലത്തെ ഒരു പാട്ടാണ് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ തോന്നി, എനിക്ക് പറയാൻ തോന്നി, എഴുതാൻ തോന്നിയ ഒരു കാര്യം എഴുതി എന്നുള്ളതേ ഉള്ളൂ. അത് ഇറങ്ങുന്ന സമയത്ത് ഞങ്ങളുടെ ക്രൂവിലെ കുറച്ച് പേരിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇത് ചില സ്ഥലത്ത് കൊള്ളും എന്നുള്ളൊരു കോൺവെർസേഷനൊക്കെ. പക്ഷെ അതിൻ്റെ ഇത്രയും വലിയ ലെവലിൽ കൊള്ളാൻ മാത്രമുള്ള ഐറ്റം അതിനകത്ത് ഉണ്ടെന്നുള്ളത് എനിക്ക് സത്യമായിട്ട് ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം എനിക്കത് വളരെ നോർമൽ എഴുത്താണ്. ഒരുപാട് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഷോർട്സ് ഇട്ടിട്ട് അജിതഹരെ പാടുന്നു, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പാട്ട് മുറിവുകൾ പാട്ട് റിലീസ് ചെയ്യുന്നൊക്കെ ഉള്ളത് എനിക്ക് വളരെ ഒതൻറ്റിക്കായിട്ട് നോർമലായിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യം മാത്രമാണ്. അത് പുറത്ത് വന്ന് റെസ്പോൺസ് കിട്ടുമ്പോഴേ നമുക്ക് മനസ്സിലാവണത് ഇത്ര പൊട്ടിത്തെറിക്കാനുള്ള ഐറ്റം അതിനകത്തുണ്ടോ എന്ന് നമുക്ക് തോന്നുന്നത്. അപ്പം എനിക്കത് ഇറ്റ്സ് ജസ്റ്റ് വൺ അമംഗ് മെനി സോങ്സ് ഐ ഹവ് റിലീസ്ഡ്. എനിക്ക് പറയാൻ തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞു. അത് എന്നെങ്കിൽ പിന്നെ എല്ലാവരും ഇങ്ങ് ട്രിഗർ ചെയ്യിച്ച് കളയാം അങ്ങനെയൊന്നും വിചാരിച്ച് ചെയ്ത കാര്യമൊന്നുമില്ല. അത് വളരെ ഒതന്റിക്കായിട്ട് വന്നൊരു സാധനമാണ്. അതിൽ പിന്നെ എല്ലാ ആണുങ്ങളെയും പറയുന്നില്ല അല്ലേ? അല്ല, അതില് ആണുങ്ങൾ ഞാൻ പെണ്ണാണ്, ഞാൻ ഫേസ് ചെയ്ത അബ്യൂസ് എല്ലാം ആണുങ്ങളുടെ കയ്യിൽ നിന്നാണ്. എനിക്ക് എന്റെ എക്സ്പീരിയൻസ് പറയാൻ പറ്റുള്ളൂ, ഞാനത് പറഞ്ഞു അത്രേ. അതില് ഓക്കെ ട്രിഗർ ആവാം, അങ്ങനെ ചെയ്യുന്നവർക്ക് അത് ട്രിഗർ ആവാം, അങ്ങനെ ആയിരിക്കാം. അല്ലാതെ എത്രയോ ദിവസം നമ്മൾ ദിവസം പ്രതി കൊച്ചു കുഞ്ഞുന്നില്ല എങ്ങനെയില്ല നമ്മൾ പല പല ന്യൂസുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പലതും പല രീതിക്കായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരിക്കും. പല നമ്മളുടെ ഒരു അനുഭവിച്ച ആൾക്ക് മാത്രമേ ഒരു വിഷമത്തിലൂടെ കടന്ന് അല്ലെങ്കിൽ ഒരു ട്രോമയെ കൂടി പോയ ഒരാൾക്ക് മാത്രമേ അത് അനുഭവിച്ചെന്ന് പറയാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാവർക്കും അതൊരു വെറും കഥ അല്ലെങ്കിൽ വെറും കേട്ട് രസിക്കാനുള്ള ഒരു കാര്യം മാത്രമാണ്. സോ ഈ ഒരു സോങ് എന്ന് പറയുന്നത് എല്ലാവർക്കും അതെന്താ പരിഹസിക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഇവൾക്ക് മാത്രമാണോ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്, ഇവൾക്ക് ഇങ്ങനെ പറയാലോ. ഇത് സത്യത്തിലുണ്ടല്ലോ എല്ലാ വിക്ടിംസിനും, ഒരാളല്ല, ഗൗരീനെ ആയിരിക്കും ഇൻസൾട്ട് ചെയ്യണമെങ്കിൽ പോലും എനിക്ക് തോന്നിയത് എല്ലാ സ്ത്രീകളെയും ഒരുമിച്ച് ഒരു മോശപ്പെടുത്തുന്ന പോലെ എനിക്ക് കമന്റ്സ് തോന്നിയത്. ഇപ്പൊ ഞാൻ ചോദിക്കണം, ഗൗരി ലക്ഷ്മി എന്നൊരു വ്യക്തിയുടെ എന്തെങ്കിലും ഒരു മെമ്മറി ഇറേസ് ചെയ്ത് കളയാൻ പറ്റുമെങ്കിൽ ഏതായിരിക്കും? അങ്ങനത്തെ ഒരു എന്തെങ്കിലും ഒരു മെമ്മറി ഉണ്ടായിരിക്കും? മായ്ച്ചു കളയണം എന്ന് ഞാൻ പറയില്ല. ബിക്കോസ് എല്ലാം സംഭവിച്ചതിന് അതിൻ്റെതായിട്ടുള്ളൊരു ഫ്ലോ ഉണ്ടെന്നോ ഒരു റീസൺ ഉണ്ടോ എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ പെയിൻ എന്തായാലും ലൈഫിലുണ്ടാവും. പെയിൻ ഇസ് ഇന്നെവിറ്റബിൾ. നമ്മളെല്ലാവരും സം ഫോം ഓഫ് പെയിനിൽ കൂടെ സം സ്റ്റേജ് ഓഫ് ലൈഫിൽ പോയേ പറ്റത്തുള്ളൂ. പക്ഷെ ആ പെയിൻ നമുക്ക് ചൂസ് ചെയ്യാം, ഏത് പെയിനിൽ കൂടെ പോകണം. ഇപ്പം ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു സൊസൈറ്റീനെയും ഫാമിലീനെയും ഒക്കെ ഹാപ്പി ആക്കിക്കൊണ്ട് വളരെ ഒരു എന്താ പറയുക, എല്ലാവരും പോകുന്ന ഒരു റൂട്ടിൽ കൂടെ പോകുന്ന ഒരാളുണ്ടാവും. അയാൾ കിട്ടും, അയാൾക്കൊരു റെഗുലർ ജോബ് കിട്ടുമായിരിക്കും, അയാൾക്ക് സൊസൈറ്റിയുടെ അപ്രീസിയേഷൻ കിട്ടുമായിരിക്കും, ഫാമിലിയുടെ അപ്രീസിയേഷൻ കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ സേഫായിട്ട് ഇങ്ങനെ പോകുമായിരിക്കും. അവിടെ അയാൾ അനുഭവിക്കുന്ന പെയിൻ അയാളുടെ ഉള്ളിൽ ചിലപ്പോൾ അയാൾ ഒളിപ്പിച്ച് വെച്ച അയാളുടെ ആക്ച്വലുള്ള ആഗ്രഹങ്ങളോ അയാൾ വേണ്ടെന്ന് വെച്ചൊരു പാഷനോ അതൊക്കെ ആയിരിക്കും അയാളുടെ വേദന എന്ന് പറയുന്നത്. ഇവരുടെയൊക്കെ വാലിഡേഷനും ഇവരുടെയൊക്കെ സ്നേഹത്തിനും എൻകറേജ്മെന്റിനും സപ്പോർട്ടിനും വേണ്ടി ഞാൻ ഇത് വേണ്ടെന്ന് വെക്കുകയാണ്. ഇപ്പുറത്തെ ഒരാൾ ചിലപ്പം എനിക്ക് ഇതൊന്നും വേണ്ട, എനിക്ക് വാലിഡേഷൻ വേണ്ട, അവരുടെ സ്നേഹവും വേണ്ട, എൻകറേജ്മെന്റും വേണ്ട, ഐ വോണ്ട് ടു ബി ഒതന്റിക് എന്ന് പറയുമ്പോൾ അപ്പുറത്തുനിന്നുള്ള കല്ലേറും സാധനവും ഒക്കെ വി ഹാവ് ടു ഗോ ത്രൂ ദാറ്റ് പെയിൻ. ദിസ് ഇസ് വൺ എക്സാമ്പിൾ. എയ്തർ വേ ഒരു സൈഡിൽ നമുക്ക് കിട്ടും സാധനം, അതെടുക്കാനുള്ള ധൈര്യം കാണിക്കുക. ചിലപ്പോൾ ആ പെയിനിൽ കൂടെ പോയി കഴിയുമ്പോഴായിരിക്കും നമുക്ക് കിട്ടുന്ന ഫ്രൂട്ട്. എന്ത് ഫ്രൂട്ട് ആണെങ്കിലും വി ഹാവ് ടു ഗോ ത്രൂ പെയിൻ വൺ വേ ഓർ ദി അതർ. അപ്പം അങ്ങനെ വെച്ച് പിടിച്ച് പോവുക എന്നുള്ളതുള്ളൂ. ഞാൻ ഇത് പറഞ്ഞപ്പോഴാണ്, ഞാൻ 5 years ബാക്ക്, ഞാൻ ഈ കുറച്ച് മുമ്പാണ് പക്ഷെ കണ്ടത് ജോഷ് ടോക്കിലുള്ള ഒരു ടോക്ക്. അതിൽ പക്ഷെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം, ഓക്കെ BPD കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതിൽ ഓക്കെ ഇപ്പൊ BPD മാറ്റി വെക്കാം, എനിക്ക് അതിൽ മനസ്സിലായത് ഇപ്പൊ എല്ലാവരും നമ്മൾ പറയും ഒരു വിഷമത്തിലോട് പോകുമ്പോ ഇപ്പൊ ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നമ്മളെപ്പോഴും സങ്കടപ്പെട്ട് റൂമിലിരിക്കും എന്നൊക്കെ ഉള്ളത്. എനിക്കിതിൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നേരത്തെ പറഞ്ഞ എല്ലാ ലൈഫിലും ഓരോ വിഷമത്തിൽ കൂടെ ഇങ്ങനെ കടന്നു പോയിട്ടുണ്ടാവും. അപ്പൊ എന്റെ ലൈഫിൽ പല പല വിഷമത്തിൽ കൂടെ കടന്നു പോയിട്ടുണ്ടാവും. എന്റെ വേ ഓഫ് എക്സ്പ്രസിംഗ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. എനിക്ക് വിഷമം വന്നു കഴിഞ്ഞാലാവും ഞാൻ കുറച്ചും കൂടി ചിലപ്പോൾ ആക്റ്റീവ് ആയിരിക്കുക, ഞാൻ കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആയിരിക്കും. വിഷമം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ചിരിക്കും. എനിക്ക് ഇപ്പോഴും അറിയില്ല ഞാൻ എന്തുകൊണ്ട്. സാധാരണ ഒരു വിഷമം അല്ലെങ്കിൽ ഒരു വേദന വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അറിയുകയാണെങ്കിൽ ഞാൻ അവിടെ ചിരിക്കുക ചെയ്യും. ഞാൻ എൻ്റെ ഒരു വിഷമം എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ടായിരിക്കും ഈ കാര്യം പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഗൗരി ലക്ഷ്മിക്ക് ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ അത് ഏത് തരത്തിലായിരിക്കും, അത് നമ്മൾ പറയില്ല, ഒരു വിഷമം നമുക്ക് ഉള്ളിലോട്ട് പുറത്തേക്ക് നമ്മൾ തള്ളിക്കളയും എന്ന് പറയില്ല. അത് എങ്ങനെയെങ്കിലും ചിലർ കരഞ്ഞിട്ടായിരിക്കും, ചിലർ സ്ക്രീം ചെയ്യണം, ചിലപ്പോൾ എറിഞ്ഞോട്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏത് രീതിക്കായിരിക്കും ഗൗരി? ഞാൻ ക്രാഷ് ആവും,
ഫുൾ ക്രാഷ് ആവും. കഴിക്കാൻ പറ്റത്തില്ല, കുറേ ഉറക്കം, നന്നായിട്ട് കരച്ചിൽ, ദേഷ്യം തീരെ അങ്ങനെ പൊട്ടിത്തെറിയ കാര്യങ്ങളൊന്നുമില്ല, ഡിസ്ട്രക്ഷൻ പരിപാടികളൊന്നുമില്ല. പക്ഷേ ഐ ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ഫിസിക്കലി ഐ ബി ജസ്റ്റ് ഗോയിങ് ത്രൂ ഇറ്റ്. അത് പല ബോഡിയിൽ കൂടെ അത് പോയി അതെനിക്ക് ഫുള്ള് ഇറക്കിയില്ലെങ്കിൽ അത് പ്രശ്നമാണ്. സോ അതിനുള്ളിൽ ഇരിക്കും, അതിരുന്ന് അങ്ങ് തീർക്കുക. എനിക്കും എന്നോട് കുറേ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും, നീ വിഷമം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേദന വന്നാൽ അത് പുറത്തേക്ക് കാണിക്കണം. ഒരു സമയം എത്തിയപ്പോൾ ഞാൻ ഓക്കെ ഇത് മാറി, ഞാൻ എൻ്റെ വിഷമത്തിൻ്റെ രീതി അങ്ങ് കംപ്ലീറ്റ്ലി മാറി. പിന്നെ എൻ്റെ വിഷമ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ ഉണ്ടാവും, ആ സോഫയിൽ ഞാൻ കിടക്കും, ബെഡ്ഷീറ്റ് ഇട്ടിട്ട് മൂടി കിടക്കും. പിന്നെ ഞാൻ ഫുൾ ടൈം ഈ ബെഡ്ഷീറ്റിലായി. എന്നാലും ഈ കരച്ചിലെന്ന് പറഞ്ഞ സാധനം എനിക്ക് പുറത്തേക്ക് വരില്ല. അത് കഴിഞ്ഞ് ഞാനൊരു സ്റ്റേജിലോട്ട് എത്തി, ഞാൻ പിന്നെ ഒന്നിലും കരയാതെ അങ്ങനത്തെ ഒരു ഇതിലോട്ട് എത്തി. ഞാൻ പിന്നെ അങ്ങനെ കരയില്ല, കാര്യങ്ങളില്ല. ഇപ്പൊ എന്തെന്റെ ലൈഫിൽ ഞാൻ നടക്കുവാണെങ്കിൽ ഞാൻ ആകെ ഓക്കെ, എനിക്ക് എന്തെങ്കിലും ചിലപ്പോൾ സംതിങ് നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും. കാരണം എനിക്ക് എപ്പോഴും ഇതുപോലെയാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഭയങ്കര വിഷമം വരും, കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും എൻ്റെ ലൈഫിലോട്ട് വരും. സോ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ഓക്കെ ഇന്ന് എനിക്കിത് സംഭവിച്ചിരിക്കുന്നത് എനിക്ക് നാളത്തേക്ക് എന്തോ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിനെ ഞാൻ തന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഓക്കെയാണ്. അപ്പൊ അവസാനം കരഞ്ഞെന്ന് വെച്ചാൽ ആ സമയത്തൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. എന്നാലും ഞാൻ വളരെ ഇമോഷണലി വൾണറബിൾ ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ ചെറിയ കാര്യത്തിൽ പെട്ടെന്ന് എന്താ പറയാ, നമ്മൾ പറയില്ലേ വിങ്ങിരിക്കാന്നൊക്കെ പറയില്ലേ, ഒരു കുഞ്ഞു കാര്യം മതി ഇരിക്കാൻ വേണ്ടിട്ട്. ഇപ്പോ ഒരു ന്യൂ ബിഗിനിങ് എനിക്ക് വന്നപ്പോഴേ വിചാരിച്ചു കൺഗ്രാറ്റുലേറ്റ് ചെയ്യണം എന്ന് തോന്നിയ ഒരു കാര്യം. കാരണം ഇപ്പൊ പുതിയ ഒരു ന്യൂ ലൈഫും കാര്യം. പക്ഷെ ഇതിൽ ഏറ്റവും എനിക്ക് ഹാപ്പി ആയിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ന്യൂസ് മൊത്തത്തിൽ വൈറലായത് ഗൗരി ലക്ഷ്മിയുടെ ഒരു കല്യാണത്തിനേക്കാൾ ഉപരി എക്സ് പാർട്ട്ണർ ഷെയർ ചെയ്തൊരു പിക്കാണ് വന്നത്. നമ്മളുടെ സൊസൈറ്റിയിൽ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ തമ്മിൽ പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇൻസ്റ്റാഗ്രാം ബ്ലോക്ക് ചെയ്തു, വാട്സാപ്പ് ബ്ലോക്ക് ചെയ്തു, ലൈഫിൽ തന്നെ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്തു. പക്ഷെ ഒരു ഹെൽത്തി ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് റെയർ ആയിരിക്കും. ആ സമയത്താണ് ഈ ഒരു പോസ്റ്റ് വരുന്നത്. അപ്പൊ എല്ലാവർക്കും അത് ഞാൻ നെഗറ്റീവ് കമന്റ്സ് കണ്ടില്ല, കൂടുതൽ അപ്രിഷിയേറ്റ് ചെയ്യുന്ന പോലെയാണ് തോന്നിയത്. സോ എന്തെങ്കിലും ഒരു പുതിയ തലമുറയിൽ ഒരു റിലേഷൻഷിപ്പ് ബേസ് എന്തെങ്കിലും ഒരു പുതിയ കുട്ടികളോട് പറയുകയാണെങ്കിൽ എന്തായിരിക്കും ഗൗരി പറയുന്നുണ്ടായിരിക്കാം? ഇല്ല, എനിക്ക് ഈ ഒരു പെർട്ടിക്കുലർ സാധനം നോക്കുകയാണെങ്കിൽ ഒരു പ്രിവിലേജ് ആയിട്ട് ഞാൻ കാണത്തുള്ളൂ. എല്ലാവർക്കും കിട്ടുന്ന ഒരു പ്രിവിലേജ് അല്ല. ഒരു ഡിവോഴ്സ് കഴിഞ്ഞിട്ട് പുതിയൊരു കല്യാണത്തിലേക്ക് അത്രയും സ്മൂത്തായിട്ട് പോകാൻ പറ്റുന്നത് എല്ലാവർക്കും നടക്കുന്ന കാര്യമല്ല. അതങ്ങനെ നമുക്ക് എത്രയോ കാര്യങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള അബ്യൂസും പ്രശ്നങ്ങളും കാര്യങ്ങളും കഴിഞ്ഞ് മുഖത്തോട് പോകാൻ നോക്കാൻ വയ്യാത്ത അത്ര സഫർ ചെയ്തിട്ട് നിക്കക്കള്ളി ഇല്ലാണ്ട് ഇറങ്ങി പോരേണ്ടി വരുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് പോയിട്ട് എനിക്ക് ഉപദേശിക്കാൻ പറ്റത്തില്ല, ഞാൻ അടി വാങ്ങും. പക്ഷെ എൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയ കാര്യം, ഒന്ന് കുറേ എഫേർട്ട് ഉണ്ട് അവിടെ ഒരു രണ്ടുപേര് തമ്മിൽ ഒരു കാര്യം വർക്ക് ആവുന്നില്ല. ഞങ്ങൾ തമ്മിൽ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ മാരിറ്റൽ റിലേഷൻഷിപ്പ്, രണ്ടുപേരും ഒരുമിച്ചൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു പല മേഖലകളിൽ. അത് വർക്കാവുന്നില്ല. അത് വർക്കാവാതാവുമ്പം ഓട്ടോമാറ്റിക്കലി ഫ്രിക്ഷൻ വരുന്നു. ഫ്രിക്ഷൻ വരുമ്പം അവിടെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഈ പറഞ്ഞ പോലെ എന്തെങ്കിൽ നിർത്തിക്കോ, പരിപാടി നിർത്താം, രണ്ട് വഴിക്ക് പോവാം, ദാറ്റ് ഈസ് വൺ ഓപ്ഷൻ. രണ്ട്, എങ്ങനെയും ഉന്തിത്തള്ളി കൊണ്ടുപോകാൻ നോക്കാം. വീട്ടുകാർ, നാട്ടുകാർ, ഇവരുടെയൊക്കെ മുമ്പിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നല്ല മനുഷ്യന്മാർ, നല്ല ആളുകൾ എന്നുള്ള, നല്ല കപ്പിൾ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. മൂന്നാമത്തെ ഓപ്ഷൻ എനിക്ക് തോന്നിയത്, ചില കാര്യങ്ങളിൽ നമുക്ക് ഒത്തുപോകാൻ പറ്റും. പ്രൊഫഷണലി ഇപ്പം ഗണേഷ് ഇപ്പോഴും എൻ്റെ ഡ്രമ്മറാണ്, എൻ്റെ മ്യൂസിക് പ്രൊഡ്യൂസറാണ്. അപ്പം ആ മേഖലയിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല. നമുക്ക് ഒരുമിച്ച് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇടയ്ക്കൊന്ന് എറണാകുളം പോകുമ്പോഴേക്കും നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം വിശേഷങ്ങൾ, കൊച്ചു വർത്താനം പറയാൻ പറ്റുന്നുണ്ട്, വിശേഷങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം നമുക്ക് ആ മേഖലകളിലൊക്കെ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാണ്ട് പോകുന്നുണ്ട്. നമുക്ക് വർക്കാവാത്ത കുറേ കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം കൂടെ അത് കളഞ്ഞിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ഹെൽത്തി സ്ഥലത്തോട്ട്, അല്ലെങ്കിൽ ഒരു ബെറ്റർ ബൗണ്ടറീസും നമുക്ക് രണ്ടുപേർക്കും പീസ്ഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് പോകാൻ പറ്റുമോ എന്നൊരു ഓപ്ഷൻ അവിടെ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ 7 വർഷം ഒരുമിച്ച് ജീവിച്ച ആളുകളാണ്. അപ്പോൾ ഈ 7 വർഷം കൊണ്ട് നല്ലതും ഉണ്ടായിട്ടുണ്ട്. വെയിറ്റ് ചെയ്ത് നോക്കിയപ്പോഴേക്കും കുഴപ്പമില്ല, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ കുറേ മാസങ്ങൾ കൊണ്ട് നമ്മൾ എത്തിയൊരു സ്ഥലമാണ് നിങ്ങൾ കണ്ട ഈ കല്യാണ ഫോട്ടോ എന്ന് പറയുന്നത്. അതെല്ലാവർക്കും പോസിബിൾ ആയിരിക്കില്ല. അത് രണ്ട് സൈഡിൽ നിന്നും ഈ പറഞ്ഞ പോലെ ഐ വോണ്ട് ദിസ് പേഴ്സൺ ഇൻ മൈ ലൈഫ് ഒരു ഹെൽത്തി സ്പേസിൽ, ഇഫ് ഇറ്റ്സ് പോസിബിൾ. ആ ഓപ്ഷൻ റിലേഷൻഷിപ്സിൽ മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ലതാണെന്ന്, ഇഫ് പോസിബിൾ. അത് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. കാരണം എൻ്റെ ഒരു എക്സ് ബോയ് ഫ്രണ്ട് ഉണ്ട്, വിത്ത് ഹൂം ഐ എം സ്റ്റിൽ ഫ്രണ്ട്സ് വിത്ത്. ഫ്രണ്ട്സാണ്. പക്ഷെ അത്
എൻ്റെ എല്ലാ എക്സുകളുടെയും കൂടെ നടക്കൂല്ലത്. ചില ആളുകളുടെ കൂടെ ഇത് വർക്കാവും, ചില ആളുകൾ കൂടെ ഈ പറഞ്ഞ പോലെ ചില രീതികളിലുള്ള ബന്ധങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അത് പോസിബിൾ ആണെങ്കിൽ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, എന്താ പറയുക, നമുക്കൊരു ഹെൽത്തി ആയിട്ട് ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബാധിക്കാത്ത രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ, രണ്ടുപേരും സന്തോഷിച്ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്താൽ. സത്യം പറഞ്ഞാൽ അത് ഭയങ്കര റെയറാണ്. അല്ലെങ്കിൽ നമ്മളൊരു റിലേഷൻഷിപ്പിലുള്ള സമയത്ത് ഇതിലേതെങ്കിലും ഏതെങ്കിലും ഒരാള് ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചതായിരിക്കും മറ്റേ ആള്, ഓപ്പോസിറ്റ് ഉള്ള ഒരാളെ എല്ലാ രീതിക്കും ഇമോഷണൽ ട്രെയിൻ സംഭവിച്ച വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആ ഒരു വ്യക്തികാരം ഷാറ്റർ ആയിരിക്കും. അങ്ങനത്തെ ഒക്കെ ഒരു രീതിക്കാന്ന് തോന്നുന്നുണ്ട്. ഇനി ഒരിക്കലും നമുക്ക് അതാ മ്യൂച്വൽ എഫേർട്ട്, ഞാൻ മാത്രം എഫേർട്ട് നടക്കൂല. രണ്ട് സൈഡിൽ നിന്നും ഈ ആളെ എനിക്ക് ജീവിതത്തിൽ മെയിൻറ്റെയിൻ ചെയ്യണം, നല്ലൊരു രീതിയിൽ നല്ലൊരു സുഹൃത്തായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള ആവശ്യം രണ്ട് സൈഡിൽ നിന്നും വരണം. അല്ലാണ്ട് ഒരാൾ മാത്രമേ പരിപാടി വർക്കാവൂല. ഇതിപ്പോ ഞാൻ ഈ ഒരു സംഭവമായിട്ട് ഞാനിപ്പോ എന്റെ കാണുന്ന ആൾക്കാരോട് കഴിഞ്ഞ അവസാനം കൂടുതൽ പ്രശ്നം തള്ളിവിടുന്ന ഒരു പോലെയായിരിക്കും. എനിക്ക് എന്താ പറയാ, പിന്നീട് ഒരു തിരിച്ചു വരാൻ പറ്റാത്ത എൻ്റെ ഫ്രണ്ട്ഷിപ്പിലാണ്. കാരണം ഞാൻ ഭയങ്കരമായിട്ട് ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കര ഇമ്പോർട്ടൻസ്, വാല്യൂ ഒക്കെ കൊടുക്കുന്ന ഒരാളാണ്. പക്ഷെ ഏതെങ്കിലും ഒരു തരത്തില് ഞാൻ അറിയുവാണ്, അവര് എന്നെ ആ രീതിക്കല്ല ട്രീറ്റ് ചെയ്തത്, അല്ലെങ്കിൽ എനിക്കൊരു വിഷമം വന്ന സമയത്ത് ഈ വ്യക്തികൾ ഒന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേകിച്ച് എന്നോട് കള്ളത്തരം ഇതൊക്കെ ആക്കി എന്നെ ബിട്രയൽ ആ സാധനം തല്ലുമ്പോൾ ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും ഞാൻ ക്ഷമിക്കോ സൈറ്റ് ചെയ്യും. പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പിൽ വരുമ്പോൾ എനിക്കത് ഭയങ്കര വിഷമമാണ്. വിഷമം എന്ന് പറയാൻ കാരണം റിലേഷൻഷിപ്പിൽ നമ്മൾക്ക് അവരെ തെറ്റി പിരിയും, ബ്രേക്കപ്പ് ആകുമ്പോൾ, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒരു ഫിൽട്ടർ ഇല്ലാതെ എന്തും തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്പേസാണ് ഞാൻ ഫ്രണ്ട്ഷിപ്പിൽ കാണുന്നത്. ഇതേപോലെ ഗൗരിക്ക് എന്തെങ്കിലും ഒരു ലൈഫിൽ ഫ്രണ്ട്ഷിപ്പിൽ ഗൗരിയുടെ ഏതെങ്കിലും ഒരു വേസ്റ്റ് ടൈമിൽ ഗൗരിക്ക് തോന്നിയിട്ടുണ്ടോ, ഇന്ന ഫ്രണ്ട്സിന് ഏത് ഫ്രണ്ട്സിനല്ലേ ഉദ്ദേശിക്കുന്നത്, പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് ഒന്നും എൻ്റെ കൂടെ ഉള്ളത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ എന്നൊക്കെ ഏതെങ്കിലും ഒരു പോയിന്റിൽ തോന്നിയിട്ടുണ്ട്? അതൊക്കെ ഒരുപാട് തവണ തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഇവോൾവ് ആയിക്കൊണ്ടേ ഇരിക്കുന്ന ആളാണെങ്കിൽ, അതായത് ഒരു സ്ഥലത്ത് മാത്രം നിൽക്കാണ്ട് നമ്മളെപ്പോഴും പുതിയ പുതിയ ഇൻഫർമേഷൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ചിന്താഗതികൾ മാറുകയാണ്, നമുക്ക് ലോകത്തെക്കുറിച്ചുള്ള ഐഡിയാസ് മാറുകയാണ്, ഇപ്പം നമ്മളെക്കുറിച്ചുള്ള ഐഡിയാസ് മാറുകയാണ്, ബന്ധങ്ങളെക്കുറിച്ചുള്ള ഐഡിയാസ് മാറുകയാണ്. ഇങ്ങനെ കോൺസ്റ്റൻ്റ്ലി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, കോൺസ്റ്റൻ്റ്ലി നമ്മൾ ഇപ്പം ഒരു സൈക്കോളജിക്കലി, ഫിസിക്കലി, സ്പിരിച്വലി മാറുമ്പം ഉറപ്പായിട്ടും കുറേ പേരെ കൊഴിഞ്ഞു പോകും. അത് വളരെ നോർമലാന്ന് എനിക്ക് ക്ലാഷ് വരും. അത് നമ്മളായിട്ട് വരുത്തണം എന്നൊന്നും ഇല്ല, അതങ്ങനെ നടക്കും. ചില ആളുകൾ നിൽക്കും, ചില ആളുകൾ കോൺസ്റ്റൻ്റ്ലി നിൽക്കും, ചില ആളുകൾ കൊഴിഞ്ഞു പോകുന്നവരുണ്ട്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് ജസ്റ്റ് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ഇറ്റ്. അത് അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. എനിക്ക് ഏറ്റവും ഒരു ജീവിതത്തിൽ ഏറ്റവും വലിയൊരു നോണയായിട്ട് എനിക്ക് തോന്നിയേക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ നമ്മളോട് പറയണം ജീവിതകാലം മുഴുവൻ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് പറയണതായിരിക്കും എൻ്റെ പേഴ്സണലി എനിക്ക് തോന്നിക്കുന്നത് ഏറ്റവും വലിയ കള്ളായിട്ട്. കാരണം അത് ആ ആളുടെ കുറ്റം മാത്രമായിരിക്കില്ല, കാരണം നമ്മളും മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു, ലൈഫ് സ്റ്റൈൽ മാറിക്കൊണ്ടിരിക്കുന്നു, തിരക്കുകൾ കൂടി വരുന്നു. പതുക്കെ ആ പണ്ടുണ്ടായിരുന്ന ഒരു സ്ട്രോങ് ഒരു റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയില്ല, അത് ഇങ്ങനെ ഫെയ്ഡ് ആയിക്കൊണ്ടേയിരിക്കും ഗ്രാജുവലി. അത് നമ്മൾ തന്നെ അറിയില്ല നമ്മുടെ ലൈഫിൽ ഇങ്ങനെ. അപ്പോൾ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു കാര്യം, നമ്മൾ കുറേയൊക്കെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കണം. നമ്മൾ ലൈഫിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി ലൈഫ് ഈസി ആവാം. ഇപ്പൊ ഞാൻ എനിക്ക് ഒറ്റക്ക് ഫുഡ് കഴിക്കാൻ പോകാനൊക്കെ ഭയങ്കര മടിയുള്ളതാണ്. ഞാൻ ഒരു സിനിമക്ക് പോകാന്ന് പറഞ്ഞാൽ എനിക്ക് ആരെങ്കിലും എൻ്റെ കൂടെ വേണം. ഒറ്റക്കൊരു ഫുഡ് റെസ്റ്റോറൻറ്റിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടാവും. എനിക്ക് അല്ലെങ്കിൽ ഒറ്റക്ക് എനിക്ക് ബോറടിക്കും, എനിക്ക് ആരുമില്ല. പക്ഷെ ഗ്രാജുവലി എൻ്റെ ലൈഫിൽ ഞാനിപ്പോൾ വന്നാകുമ്പോൾ ഞാൻ ഇപ്പോൾ ഒറ്റക്ക് എൻ്റെ കമ്പനി ഞാൻ എൻജോയ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഒരു സിനിമക്ക് പോകാൻ ഞാൻ ഒറ്റക്ക് പോകും, ഞാനൊരു കോഫി കുടിക്കാൻ പോയി ഞാൻ ഒറ്റക്ക് പോകും. ഒരു ലൈഫിൽ ഭയങ്കര ഹാപ്പിയാണ് ഞാനിപ്പോൾ ഒറ്റക്കാണെങ്കിലും. ഇതേപോലെ ഗ്രാജുവലി ഇപ്പോൾ 10 years ബാക്ക് ഗൗരിനെയും ഇപ്പോഴത്തെ ഗൗരിനെയും കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആയിരിക്കും ഗൗരിക്ക് വന്നിട്ടുണ്ടായിരിക്കും? സെൽഫ് അവയർനെസ്, എന്താണ് തലയ്ക്കകത്ത് നടക്കുന്നത് എന്നുള്ളതിൻ്റെ ഭയങ്കര ക്ലാരിറ്റി, വിച്ച് ഇസ് നോട്ട് ഈസി. ഭയങ്കര ബുദ്ധിമുട്ടാണത്. ക്ലാരിറ്റി വരുന്തോറും കൂടുതൽ ബുദ്ധിമുട്ടാവും. കാരണം ഇപ്പം നമ്മളെ ചുറ്റുള്ള ആളുകളെ, നമ്മളെ ഏറ്റവും അടുത്ത ആളുകളെ, വർക്ക് സ്പേസിനെ, എല്ലാത്തിനെയും കാണുന്ന രീതി ഭയങ്കരമായിട്ട് മാറും. അപ്പം അതത്ര എളുപ്പമുള്ള പരിപാടിയല്ല. പക്ഷെ എനിക്കൊന്ന് ആ സെൽഫ് അവയർനെസ് ആണ് നമ്മളെ കൂടുതൽ ഒത്തൻറ്റിക് ആക്കാന്ന് എനിക്ക് തോന്നുന്നു. അത് നമ്മൾ ഇവിടെ ഒന്ന് ജനിച്ച് ഇത്രയും വർഷം കൊണ്ട് നമുക്ക് കിട്ടുന്ന കുറേ ഫിൽറ്റേഴ്സ് ഉണ്ട്. ഇതിങ്ങനെയാണ്, ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആവരുത്. വർക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം, ഫാമിലി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം, പാരൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം, കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം, ഭർത്താവ് ഇങ്ങനെ ആയിരിക്കണം, ഭാര്യ ഇങ്ങനെ ആയിരിക്കണം,
ബന്ധങ്ങൾ ഇങ്ങനെ ആയിരിക്കണം, ഈ സാധനങ്ങളെല്ലാം പൊളിയും. ഒന്നൊന്നൊന്നൊന്നായിട്ട് നമ്മൾ കൂടുതൽ അവെയർ ആവും തോറും ഈ സാധനം എല്ലാം പൊളിഞ്ഞ് 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 നമ്മൾ എത്രത്തോളം അകത്തോട്ട് ഒത്തൻറ്റിക് ആവോ, എത്രത്തോളം അവെയർ ആവോ, ഈ നേരത്തെ പറഞ്ഞ കൊഴിഞ്ഞു പോക്കലുകൾ, ഈ സംഭവങ്ങളെല്ലാം നടക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നത് 10 വർഷം മുന്നേ ഉള്ള എന്നെയും ഇപ്പോഴെന്നും ഞാൻ ഒരുപാട് അകത്തോട്ട് പോയി എന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് അകത്തോട്ട് പോയിട്ടുണ്ട്. അകത്ത് നിന്നിട്ടാണ് കുറേ കാര്യങ്ങൾ കാണുന്നതും കേൾക്കുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ ഒരുപാട് അകത്തുനിന്നാണ്. അത് തന്നെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഈ കമന്റ്സ് കാണുമ്പോൾ എന്ത് തോന്നുന്നു എന്നോ, ഞാൻ അങ്ങ് ഉള്ളിൽ നിന്നിട്ടാണ് കാണുന്നത്. അപ്പം ദൂരെ ഒരാൾ ഒരു കമന്റ് ഇങ്ങനെ പോണു, അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് നമ്മളെ തൊടുന്ന കാര്യങ്ങളല്ല, അങ്ങ് ദൂരെയാണത്. അതെ, കാരണം നമ്മുടെ ഉള്ള അത്രയും സ്ഥലകത്ത് നിൽക്കുകയാണ് ഇങ്ങനെ. അധികം നമ്മൾ ആരും ഇപ്പം നമുക്ക് എന്തെങ്കിലും മെന്റലി നമ്മൾ എന്തെങ്കിലും പ്രശ്നം അനുഭവിക്കുന്നുണ്ടെങ്കിലോ ഒന്നും നമ്മൾ പറയില്ല. കാരണം ഫിസിക്കലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പറയും, അയ്യോ എനിക്ക് ഈ പ്രശ്നമുണ്ട്, അത് പറയാം. പക്ഷെ മെന്റലി എന്തെങ്കിലും നമ്മൾ പറയുമ്പോൾ ആൾക്കാർ ഇത് വേറെ എന്തെങ്കിലും പറയും. ഗൗരിയുടെയിൽ എനിക്ക് ഏറ്റവും എനിക്ക് എന്ന് തോന്നിയത് PPDനെയും ഒക്കെ കുറിച്ചിട്ട് ഗൗരിയുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തത്. കാരണം ഇതിൽ കൂടെ കടന്നു പോകുന്ന കുറേ ആൺകുട്ടികളും ഉണ്ടായിരിക്കും, പെൺകുട്ടികളും ഉണ്ടായിരിക്കും. അവര് ചിലപ്പോൾ ഒരു തെറാപ്പി പോലും സീക്ക് ചെയ്തിട്ടുണ്ടായില്ല. എന്ത് വിചാരിക്കും ആൾക്കാരെ, എങ്ങനെ ഇത് വിചാരിക്കുന്ന വെച്ചിട്ട്. സോ ഗൗരി എങ്ങനെയാണ് ഈ BPD എന്നുള്ളത്, ഓക്കെ എനിക്കൊരു തെറാപ്പി പോകണം അല്ലെങ്കിൽ എനിക്കിത് എന്താണെന്ന് അറിയണം എന്ന് എപ്പോഴാണ് തോന്നിയത്? എനിക്ക് കുറേ വർഷം കൊണ്ടുണ്ടായ പ്രോസസ്സാണ്. അത് കല്യാണം കഴിഞ്ഞിട്ടുള്ളൊരു ഫസ്റ്റ് 6 മന്ത്സിലാണ് ഫസ്റ്റ് ഒരു ഡിപ്രഷനുള്ളൊരു ഫസ്റ്റ് തെറാപ്പിസ്റ്റിനെ ഞാൻ കാണുന്നത് 24 വയസ്സുള്ളപ്പോഴാണ്. എനിക്ക് ഇപ്പോഴത്തെ ടീനേജ് പ്രായത്തിലുള്ളൊരു കുട്ടികളുടെ അത്രയും ഇൻഫർമേഷൻ അന്ന് എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചെറുപ്പത്തിലെ കൗൺസിലിംഗ് സീക്ക് ചെയ്തേനെ. പക്ഷേ നമ്മൾ 24 എന്ന് പറയുമ്പോഴേക്കും ഒരു 10 വർഷം 9 വർഷം 10 വർഷം മുന്നെയാണ്. അപ്പോഴാണ് നമുക്ക് അതിനുള്ളൊരു ഇങ്ങനൊരു സംഭവമൊക്കെ ഉണ്ട്, പോവാം എന്നുള്ളൊരു ഓപ്ഷൻ തന്നെ ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് അങ്ങ് ഡിപ്രഷനായിരുന്നു ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വർഷം കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ BPD OCPD കോവിഡ് സമയത്ത് ആണ് ഡയഗ്നോസ് ആവുന്നത് എനിക്ക്. ഡയഗ്നോസ് ആയി കഴിയുമ്പോഴേക്കും നമുക്ക് ആ സമയത്ത് പെട്ടെന്ന് മറ്റേ കുറേ ഡോട്ട്സ് ഒക്കെ ഇങ്ങനെ കണക്ട് ആവുമല്ലോ, ഇതാണോ ഇതായിരുന്നു. ഇത് ഒരു ലേബൽ എന്നുള്ളതിനേക്കാളും, അല്ലെങ്കിൽ ഇപ്പം റൈറ്റ് നൗ വെൻ ഐ ലുക്ക് ബാക്ക്, എനിക്ക് ആരെയും ഒരു ലേബലിൽ വെക്കാൻ താല്പര്യമില്ല. അതിൻ്റെ പ്രശ്നം ഞാൻ പറയാം. എനിക്ക് അപ്പം അതിനെ ഹെൽപ്പ് ചെയ്തത് ഇതെൻ്റെ പ്രശ്നമല്ല, ഇതെൻ്റെ കുറ്റോ എൻ്റെ തെറ്റോ അല്ല, എൻ്റെ സാഹചര്യങ്ങളും ഞാൻ വളർന്നു വന്ന സാഹചര്യവും എൻ്റെ ജനറ്റിക്കലി ഉള്ള ഇങ്ങോട്ട് കിട്ടിയ സാധനങ്ങളും. കാരണം ഞാൻ ഒരു തെറ്റും ചെയ്യാതെ എനിക്ക് വന്നു പെട്ട ഒരു കണ്ടീഷനാണിത്, അല്ലെങ്കിൽ ഡിസോർഡറാണിത്, ഇതിലെനിക്ക് പങ്കില്ല എന്നുള്ള തിരിച്ചറിവ് നമ്മളെ ഭയങ്കര ഫ്രീ ചെയ്യുന്നൊരു സാധനമാണ്. അത് ചിലപ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർ സമ്മതിക്കണം എന്നില്ല, പക്ഷെ നമുക്കിതറിയാം ഇതെൻ്റെ കുറ്റോ എൻ്റെ തെറ്റോ ഒന്നുമല്ല. അങ്ങനെ അവിടുന്ന് അതൊരു വലിയ മൈൽ സ്റ്റോൺ ആണ്. ആ ഒരു തിരിച്ചറിവ് ഭയങ്കര വലിയ മൈൽ സ്റ്റോൺ ആണ്. അവിടുന്ന് ഇങ്ങോട്ട് ഈ പറഞ്ഞ പോലെ കുറച്ച് നാൾ മെഡിസിനിൽ ഓടിയിട്ടുണ്ട്, പക്ഷെ അതിനേക്കാളും കൂടുതൽ മെഡിസിൻ എല്ലാം നിർത്തിയിട്ട് പിന്നെ ഇറ്റ് വാസ് ഫുൾ ഓൺ തെറപ്പിയിൽ തന്നെയാണ് ഓടിയത്. അത് കുറച്ച് നാൾ കണ്ടിന്യൂസ് പോകും, പിന്നെ ബ്രേക്ക് എടുത്ത സമയങ്ങളുണ്ട്, തിരിച്ച് എൻ്റർ ചെയ്ത സമയങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ലേബലിങ്ങിൻ്റെ ഒരു പ്രശ്നം, ഈ പറഞ്ഞ ഒരാൾക്ക് ഇപ്പോൾ ADHD എല്ലായിടത്തും നമ്മൾ കേൾക്കുന്നൊരു സാധനമാണ്. ഇപ്പോൾ ADHD ആയിക്കോട്ടെ, അല്ലെങ്കിൽ BPD ആയിക്കോട്ടെ, OCD ആയിക്കോട്ടെ, ബൈപ്പോളർ ആയിക്കോട്ടെ, എന്ത് സാധനമാണെങ്കിലും ഈ ഒരാളെ ലേബൽ ചെയ്യുമ്പം നമ്മൾ അയാളുടെ റെസ്പോൺസിബിലിറ്റി ആക്കുന്നൊരു പരിപാടിയുണ്ട്. അതായത് ഇതിന്ന് പുറത്തു വരിക എന്നുള്ളത് അയാളുടെ റെസ്പോൺസിബിലിറ്റി മാത്രമാക്കും. പക്ഷെ ഇത് മിക്കവാറും വരുന്നത് അയാളുടെ സാഹചര്യത്തിൽ നിന്നായിരിക്കും. സാഹചര്യത്തിൽ ഒരു മാറ്റവും വരുത്താൻ ആർക്കും തയ്യാറല്ല. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള തെറപ്പിസ്റ്റുകൾ ഇരുന്നിട്ട് ഒരു പോയിന്റ് വരെ ദിസ് വർക്ക്സ്, അതായത് നിങ്ങളുടെ ഫീലിങ്ങിലോട്ട് നോക്ക്, നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നോക്ക്, നിങ്ങളുടെ ഫീലിങ്ങിൽ വർക്ക് ചെയ്യ്, മറ്റേ ആ ഒരു ഇൻസിഡൻറ്റിലോ നിങ്ങൾ ഇതിൽ കൂടെ പോകാൻ പാടില്ലായിരുന്നു, നിങ്ങൾ ബെറ്റർ ഡിസേർവ്, എല്ലാം ശരി. പക്ഷെ ഈ 1 മണിക്കൂർ തെറപ്പി ഇരുന്നിട്ട് നമ്മൾ തിരിച്ചു പോണത് മറ്റേ യുദ്ധഭൂമിയിലേക്കാണ്. അപ്പോൾ അത് കുറച്ചുകൂടി വൈഡർ ലെവലിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഫാമിലീസ് ഷുഡ് ബി എഡ്യൂക്കേറ്റഡ്, പാരൻസ് ഷുഡ് ബി എഡ്യൂക്കേറ്റഡ്, നിങ്ങളുടെ കൂടെ പാർട്ണർ ഉണ്ടെങ്കിൽ പാർട്ണർ, സൊസൈറ്റി മൊത്തം, സ്കൂളുകൾ, ഇവിടെയൊക്കെ ഇത് കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് ഈ സാധനം വരുന്നാലേ ഇത് വർക്കാവുള്ളൂ. കാരണം എനിക്കറിയാവുന്ന ഒരാളുടെ മകൻ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്, യു പി 7ാം ക്ലാസ് 6ാം ക്ലാസ് 7ാം ക്ലാസ് ആയിരിക്കും. ആ കുട്ടി ADHDക്ക് മെഡിസിൻ എടുത്ത് തുടങ്ങി ഇപ്പോൾ തന്നെ. അപ്പം ഇപ്പോഴേ ആ ലേബൽ അവൻ്റെ തലയിൽ, ഇനി അവൻ്റെ തലയിലെ റെസ്പോൺസിബിലിറ്റി ഇങ്ങനെ കിടക്കും. എനിക്ക് ഈ സാധനമുണ്ട്, ഞാനിനി ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും ഞാനിത് ചിന്തിക്കണം, എനിക്ക് ADHD ഉള്ള ആളാണ്, അപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനെ ആക്ട് ചെയ്യണം, ഇവിടെ ഞാൻ ഇങ്ങനെ. അത് അവൻ്റെ ഉത്തരവാദിത്തം അല്ലത്. അത് ഒരു അഡൾട്ട് ആയിക്കഴിഞ്ഞാൽ പാർഷ്യലി നമ്മളിൽ വർക്ക് ചെയ്യണം. പക്ഷേ നമ്മുടെ സാഹചര്യം, നമ്മുടെ ചുറ്റുമുള്ള ഓരോ വ്യക്തിയുടെയും റെസ്പോൺസിബിലിറ്റി കൂടെയാണ് അവിടെ നമുക്ക് തരേണ്ട സപ്പോർട്ട് തരിക എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്
അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ ഈ 33 വർഷത്തെ യാത്ര എനിക്ക് തോന്നിയത് എൻ്റെ പല പല സാഹചര്യങ്ങളിൽ കൂടെയുള്ള പല ആളുകളും അവർ അതിലൊരു റെസ്പോൺസിബിലിറ്റി എടുത്തിരുന്നെങ്കിൽ എന്താ അത് കുറേ രീതിയിൽ അത് ബെറ്റർ ആയി. ഇനി അങ്ങോട്ടുള്ള കുട്ടികളെ നോക്കുമ്പോൾ ഐ തിങ്ക് ഇറ്റ് വിൽ ബി ബെറ്റർ. ഇത്രയും ഇൻഫർമേഷനും ഇത്രയും കോൺവെർസേഷൻസും ഇപ്പം നടക്കുന്നതുകൊണ്ട് ഇനിയുള്ള തലമുറയ്ക്കെങ്കിലും കുറച്ചുകൂടി എളുപ്പമായിരിക്കും എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഭയങ്കരമായിട്ട് അവയർനെസ് ഉണ്ട്. പിന്നെ കുറച്ചും കൂടി എല്ലാവരും സോഷ്യൽ മീഡിയയിലെ എക്സ്പോഷർ വളരെ കൂടുതലാണ്. നമ്മൾ ഒരുപാട് സൈക്കോളജിസ്റ്റിന്റെ റീലുകൾ കാണുന്നു, ഷെയർ. അപ്പം എല്ലാവർക്കും ഒരു കംപ്ലീറ്റ് ഇതിനെ പറ്റിയൊരു കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ ഒരു കുഞ്ഞ് നോളേജ് ഉണ്ടാവും. ഗൗരി പറഞ്ഞ ഒന്ന് ശരിയാണ്. ഇപ്പം നമ്മളൊരു കുഞ്ഞ് ജനിക്കുന്ന സമയം തൊട്ടിട്ട് അവരുടെ ചുറ്റുപാട് മൊത്തം ആ കുഞ്ഞിന്റെ ഇൻഫ്ലുവൻസ് ചെയ്യുക, കുട്ടിയുടെ വളർച്ചനെ മൊത്തത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു അച്ഛനും അമ്മയും പ്രശ്നമുള്ള ഒരു വീട്ടിൽ നിന്നാണ് ആ കുഞ്ഞ് വളർന്നു വരുന്നെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ ഫാക്ടറാണ് അതിന് റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന ഒരു ട്രസ്റ്റിനുള്ള കുറവ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഫാദറും മദറും ഡിവോഴ്സ് ആയിരുന്നു. ഞാൻ കണ്ട് വളർന്നു വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഹസ്ബൻഡ് വൈഫ് തമ്മിലുള്ള അത് ചിലപ്പോൾ എൻ്റെ വേറെ രീതിക്ക് എൻ്റെ റിലേഷൻഷിപ്പിനെ ചിലപ്പോൾ എഫക്ട് ചെയ്തേനെ. പക്ഷെ ഞാൻ ആ ഒരു ഇതിൽ നിന്ന് മനസ്സിലാക്കിയത് ഇതിൽ നിന്ന് എങ്ങനെയൊക്കെ ഞാൻ പ്രോഗ്രസ് ചെയ്യാം ഇതാണ്. എന്നാൽ വേറെ കുറെ പേര് റിലേഷൻഷിപ്പേ ഇനി വേണ്ട, ഇത് വർക്ക് ആവില്ല എന്നുള്ളൊരു ചിന്തയും കൂടിയും വരും. പല രീതിക്കായിരിക്കും പല കുട്ടികൾക്ക് ഇത് ബാധിക്കുന്നുണ്ട്. എനിക്കറിയാവുന്ന ഒരു കൗൺസിലർ പണ്ട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. പുള്ളിക്കാരുടെ അടുത്ത് ഒരമ്മ ഒരു കുട്ടീനെയും കൊണ്ട് വന്നു. കുട്ടി സ്കൂളിൽ ചേർത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കുട്ടി എപ്പോഴും ഒരു തൂണിലും കെട്ടിപ്പിടിച്ചിങ്ങിരിക്കും സ്കൂളിൽ പോയിട്ട്. എന്തൊക്കെ ചെയ്തിട്ടും ഒരു രക്ഷയില്ല. എത്ര പ്രാവശ്യം തിരിച്ചുകൊണ്ടിരുത്തിയാലും ഇവൻ വീണ്ടും പോയിട്ട് ഈ തൂണിലിങ്ങനെ പിന്നെ വീട്ടിൽ പക്ഷെ കാര്യമായിട്ടുള്ള കറണ്ട് സാഹചര്യത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല. കുട്ടി എപ്പോഴും പോയി തൂണിൽ കെട്ടിപ്പിടിച്ചിരിക്കുക. അതായത് വീട്ടിൽ നിന്ന് മാറ്റിയപ്പോൾ മുതൽ സ്കൂളിൽ പുതിയ അന്തരീക്ഷമാണല്ലോ. അപ്പോൾ ഇനിഷ്യലി ഇവർ മറ്റേ സ്കൂളിൽ ആങ്സൈറ്റി ആയിരിക്കും. പക്ഷെ കുട്ടി എന്ത് ചെയ്താൽ ഈ സ്വഭാവം മാറ്റാനുള്ള. അപ്പോൾ ഇവർ കുട്ടിയോട് കുറേ സംസാരിച്ചു നോക്കി, അങ്ങോട്ട് തിരിച്ചും മറിച്ചൊക്കെ ചോദിച്ചു നോക്കി, ഉത്തരം കിട്ടുന്നില്ല. എന്നിട്ട് കുട്ടിയുടെ അമ്മേനെ വിളിച്ചിട്ട് അമ്മേനെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് ചോദിച്ചു. അപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞ് ബാക്ക് പോയപ്പോഴേക്കും ഇതേ സംഭവം മുന്നേ എപ്പോഴാണ് വീട്ടിലുണ്ടായത് എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് കുട്ടി വയറ്റിലുള്ള സമയത്ത് കുട്ടിയുടെ അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരുന്നു. സോ ആ സമയത്ത് ഇവർ ഭയങ്കര ഷോക്കിൽ പോയിട്ട് വീട്ടിൻ്റെ ഫ്രണ്ടിലത്തെ തൂണിൽ കുട്ടീനെ വയറ്റിലിട്ടിട്ട് അമ്മ കെട്ടിപ്പിടിച്ചിരുന്നിട്ടുണ്ട്. അന്ന് ഈ പ്രശ്നം ഉണ്ടെന്ന് ഇവരെന്ത് വീട്ടിനകത്ത് പോവില്ല. അപ്പോൾ ഇത് കുറേ തോണ്ടിയിട്ടാണ് കിട്ടിയത്. സർഫസിലൊന്നും ഈ സാധനം വന്നില്ല. അത്രയും ഈ സാധനം കുട്ടികളെ എഫക്റ്റ് ചെയ്യും. നിങ്ങൾ വരും കുട്ടിയുടെ ഫ്രണ്ടിൽ കിടന്ന് വഴക്കിട്ടാലേ പ്രശ്നം ഉണ്ടാവുള്ളൂ. കുട്ടിയുടെ മുഖത്ത് നോക്കി ചീത്ത വിളിച്ചാൽ ഒരു മൈക്രോ സൈറ്റിൽ കിടക്കുമ്പോൾ മുതൽ ഓരോ ഇമോഷനും ഈ കുട്ടി ഇത് അബ്സോർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്രയും ഡെപ്തിൽ ഉള്ളൊരു സാധനമാണ് ഈ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്ന സാധനം. അതാണ് ഈ ഒരു അഡൾട്ടിൻ്റെ തലയിൽ നമ്മൾ വച്ച് കെട്ടുന്നത്, നീ ഒറ്റയ്ക്ക് സോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്ത് വലിയ ബേർഡൻ ആയിരിക്കും ഓരോ വ്യക്തി അതും കൂടെ പോകണം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വിഷമം ഇപ്പം നമ്മളുടെ ഏറ്റവും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്ന ഒരാളായിരിക്കും. അവരുടെ അടുത്തായാലും നമ്മളെല്ലാം ഇറക്കി വെക്കാൻ പോവുക. അവരുടെ അടുത്ത് പോയിട്ട് നമ്മൾ ഈ നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം തുറന്നു പറയും. നമുക്ക് ആ സമയത്ത് വേണ്ട ഒരു സൊല്യൂഷൻ അല്ല. നീ ഇത് ചെയ്യ്, നീ ഹാപ്പി ആവും, പോസിറ്റീവായിട്ട് ചിന്തിക്ക്, ഇതെല്ലാം കേൾക്കണ്ടേ. എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്നെ ഒന്ന് കേൾക്കാൻ ഒരു 10-15 മിനിറ്റ് എന്നൊന്ന് കേട്ടിരുന്നാൽ മതി. എനിക്കത് മാത്രമല്ല. അല്ലാണ്ട് നീ പോസിറ്റീവായി നമുക്ക് പോസിറ്റീവായിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു നെഗറ്റീവ് സിറ്റുവേഷനിൽ വന്നിരിക്കുന്നത്. നമുക്ക് പോസിറ്റീവായിരിക്കാൻ പറ്റില്ല. പിന്നെ അവർക്ക് നോക്കുമ്പോൾ ഇതൊക്കെ ചെറിയ നിസ്സാര കാര്യമില്ല. യെസ്, അവർക്ക് നിസ്സാര കാര്യമായിരിക്കും. പക്ഷെ ഓരോരുത്തർക്ക് അതിന്റെ അത് ഇമോഷണലി എടുക്കുന്ന രീതിയും ഡിഫറെന്റ്. ആ ഒരു പ്രശ്നം ആയിരിക്കില്ല. അതെ, ഇത് 5 വർഷം മുന്നത്തെ കണക്ഷൻ ഉണ്ടാവും, 10 വർഷം മുന്നത്തെ കണക്ഷൻ ഉണ്ടാവും. ഇത് ഇങ്ങനെ ഒറ്റ ട്രെയിലായിരിക്കും ഇത്. പക്ഷെ പറഞ്ഞ ആൾക്ക് മനസ്സിലാവില്ല, ഉണ്ടായിരിക്കില്ല. ഇപ്പോ ഈവൻ നമ്മളൊരു റിലേഷൻഷിപ്പ് വളരെ നിസ്സാരം ഒരു കാര്യമായിരിക്കും ഉണ്ടായിരിക്കുക. ശരിയാണ്. ഇപ്പൊ പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു കുഞ്ഞു കാര്യമായിരിക്കും. ഇത് ചിലപ്പോൾ ലിങ്ക് ചെയ്ത് വരണം. തിയറി പറഞ്ഞ പോലെ 5 വർഷം 6 വർഷം ഇതേ സാധനം കടന്നു പോയി വേറെ രീതിക്കാവും അത് പോയിട്ടുണ്ടാവും, വേറെ രീതിക്ക് എഫക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ എല്ലാ മനുഷ്യന്മാർക്കും എന്തെങ്കിലുമൊക്കെ ട്രോമാസ് തന്നെ നമുക്ക് പറയാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ ട്രോമ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. അത് ഏതെങ്കിലും രീതിക്കായിരിക്കും അത് നമ്മളുടെ പേഴ്സണാലിറ്റിനെ ഭയങ്കരമായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ആ സമയത്ത് നമ്മൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾ ഇനി ഇങ്ങനെ മാറുക അങ്ങനെ മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. ആ ഒരു പാസ്റ്റിൽ പോയി അത് കറക്റ്റ് ചെയ്യാൻ ഇനി അത് നടക്കും. കറക്റ്റ് ചെയ്യാനുള്ള സ്പേസ് ആളുകൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. അതിനുള്ള സേഫ് ആയിട്ടുള്ള സ്പേസ് വീടുകളിൽ ഉണ്ടാവുക, അത് മാത്രമേ ഉള്ളൂ സൊല്യൂഷൻ. വീടുകളിലും നമ്മളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിലായിക്കോട്ടെ, നമ്മളുടെ ഏത് സൊസൈറ്റിയിലായിക്കോട്ടെ, ഈവൻ ഇപ്പത്തെ ഇതെങ്ങനെ ഒരാള് ചിരിച്ചിരുന്നു കഴിഞ്ഞാല്, ഇപ്പൊ ഞാൻ വളരെ ചിരിച്ച് സന്തോഷിച്ചിരിക്കുകയാണെങ്കിൽ എന്നെ കുറ്റപ്പെടുത്താനും വിമർശിക്കാനും മാത്രമേ ആൾക്കാരുണ്ടാവുള്ളൂ. അതല്ല ഞാനിപ്പോ ഇവിടെ വന്നിരുന്ന് ഞാൻ എൻ്റെ വിഷമങ്ങൾ പറഞ്ഞ് കരയെന്ന് വിചാരിക്കും. എന്നെ സപ്പോർട്ട് ചെയ്യാൻ ലക്ഷക്കണക്കിന് ആൾക്കാർ എനിക്കുണ്ടായിരിക്കും, എന്നെ കമന്റ് ചെയ്യാൻ സമാധാനിപ്പിക്കാനുണ്ടായിരിക്കും. കാരണം
ആർക്കും സന്തോഷം കാണുന്നത് ഇപ്പൊ അത്ര ഇഷ്ടമല്ല. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്, ആർക്കും ഇപ്പൊ മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പോൾ ഒരു വല്ലാത്ത ഫ്രസ്ട്രേഷൻ, മറിച്ച് അവരെ സങ്കടം കേൾക്കുമ്പോൾ അത് ഓക്കെ, സങ്കടത്തിന് കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ടെന്ന് സന്തോഷമല്ലേ. നേരെ തിരിച്ചല്ലേ ശരിക്കും വേണ്ടത്, അല്ലെ? ഒരാളുടെ വിക്ടറിയിൽ അല്ലെങ്കിൽ ഒരാളുടെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റിൽ നമുക്ക് പങ്കുചേരാൻ പറ്റുന്നതല്ലേ ഏറ്റവും വലിയ കാര്യം എന്നുള്ളത്. ഓക്കെ, എന്നിട്ട് അവർക്ക് വല്ല സങ്കടം വന്നാൽ ഓക്കെ, ഇതേ ഇരിക്കട്ടെ. ഈ 13-ാം വയസ്സിലാണ് സഖിയെ സോങ് എഴുതി കമ്പോസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 4 years കഴിഞ്ഞിട്ടാണ് തോന്നുന്നുണ്ട് അത് റിലീസ് ആവുന്നത്. മൂവി 4-5 വർഷം. പക്ഷെ ആ സമയത്ത് തിയേറ്ററിൽ ആ പടം ഇറങ്ങുമ്പോൾ ഈ പാട്ടില്ല, അത് എത്രത്തോളം അത് എനിക്ക് ആ ഒരു എന്തെങ്കിലും രീതിക്ക് അത് എഫക്ട് ചെയ്തില്ല. കാരണം നമ്മൾ അത്രയും വെയിറ്റ് ചെയ്ത് ഒരു ഇതായിരുന്നില്ല. കാരണം നമ്മൾ എന്തായാലും വീട്ടിലും നാട്ടിലും എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടാവും നമ്മളുടെ ഒരു പാട്ട്. ഒരു ചെറിയ കുട്ടിക്കാണ് ഹോപ്പ് കൊടുക്കുന്നത്. 13 വയസ്സുള്ള കുട്ടി എന്ന് പറഞ്ഞാൽ അവരുടെ ആ സമയത്ത് ഇപ്പം എൻ്റെ ഇമ്മീഡിയറ്റ് വേൾഡ്, എൻ്റെ സ്കൂള്, എൻ്റെ വീട്, ഞാൻ പോകുന്ന വഴി, എനിക്കറിയാവുന്ന അടുത്ത കസിൻസ് ആയിട്ടുള്ള ആളുകൾ, ഇവരുടെ എൻ്റെ ചെറിയ വേൾഡിലോട്ടാണ് ഈ ഒരു വലിയ സാധനം കണ്ടിടുന്നത്. മറ്റേ സിനിമയിൽ പാട്ടെടുത്തു. അപ്പം ഞാനതും കൊണ്ടിങ്ങനെ ഇരിക്കുകയാണല്ലോ. അപ്പം പടം ഇറങ്ങുന്ന 17 വയസ്സൊക്കെ ആയിട്ടാണ്, 16-17 വയസ്സിലാണ് പടം ഇറങ്ങുന്നത്. സോ അതൊരു ബിട്രയൽ പോലെയായിരുന്നു. ഹൗ ഡെയർ ദേ ഡു ദിസ്, ഇത്രയും ഹോപ്പ് തന്നിട്ട് അത് വേറെ എന്തെങ്കിലും വഴി ഉണ്ടായിരുന്നു, ഏതെങ്കിലും രീതിയിൽ ഈ പാട്ട് എവിടെയെങ്കിലും ക്രെഡിറ്റ്സ് എഴുതി കാണിക്കുമ്പോഴെങ്കിലും ഈ പാട്ട് അത് എന്തോ അതിൻ്റെ ഉള്ളിൽ അവർ തമ്മിലുള്ള എന്തോ ഒരു ക്ലാഷും, ഈഗോ ക്ലാഷും പ്രശ്നങ്ങളും. പക്ഷെ അവിടെ ഈ പറഞ്ഞ പോലെ ഈ വലിയ വലിയ പ്രശ്നങ്ങളുടെ പുറകെ ആളുകൾ ഓടുമ്പം മേ ബി പറഞ്ഞ പോലെ ഒരു കുട്ടിക്ക് ഇങ്ങനെ ഈ സാധനം എടുത്തില്ലെങ്കിൽ എന്താണ് ഇപ്പം ആ കുട്ടിക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാക്കുന്നൊന്നും ചിന്തിക്കുന്ന മാത്രം എമ്പതിയൊക്കെ ഇങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയിൽ ആളുകൾക്ക് ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. അപ്പം അത് ഭയങ്കര ഒരു പിന്നെ ലൈഫിൽ എന്ത് നല്ല ഭയങ്കര എനിക്ക് എക്സൈറ്റ്മെൻറ്റ് തരുന്ന എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ പുറത്തു പറയൂല. നടക്കുന്നവരെ ഇപ്പോഴും ഞാൻ നടക്കുന്ന അവസാന നിമിഷം വരെ ഞാനത് ജന്മം ചെയ്താൽ പുറത്തു പറയില്ല. കാരണം എനിക്കത് ആ സാധനം തലേ കിടപ്പുണ്ട്. എങ്ങാനും ഇത് നടക്കാണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെയുള്ള സിമ്പതി ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ. ആളുകൾ അയ്യോ എന്താ അത് അങ്ങനെ ആയിപ്പോയെ, അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആരോടും പറയാണ്ട് ഇങ്ങനെ ഇരിക്കും. ആ സാധനം നടന്നു എന്ന് വന്നാൽ മാത്രമേ ഞാനത് പുറത്തേക്ക് വിടുള്ളൂ. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്കിപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ എന്തെങ്കിലും നടക്കാതെ പോയി കഴിഞ്ഞാൽ അതിനേക്കാൾ വിഷമായിരിക്കും അത് പറഞ്ഞിട്ട് ഒരാൾ എന്നോട് സിമ്പതി സഹിക്കാൻ പറ്റില്ല. അതിലായിരിക്കും ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. അത് ഉറപ്പായിട്ടും സങ്കടപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ പറയില്ലേ, കയ്യിൽ നിന്ന് പോകുന്നൊരു സാധനം എമ്പതി ആയിരിക്കില്ല നമ്മൾ കാണുന്നത്, സിമ്പതി ആയിരിക്കും നമ്മൾ കാണുന്നത്. എന്നാലും ഇത് ആയിപ്പോയല്ലോ, ഇത് എന്നാലും എന്തിങ്ങനെ ആയി കഴിഞ്ഞെന്നുള്ളത് എനിക്കത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര റിലേറ്റ്. കാരണം എനിക്കൊരു സ്വഭാവം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പോകണ്ടെന്ന് വിചാരിക്കും, ഞാനൊരു 1000 പേരെ ഞാൻ അറിയിക്കും. എൻ്റെ ആരൊക്കെ എൻ്റെ ക്ലോസ് സർക്കിൾ ഉണ്ടോ, ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോവാണ്, അങ്ങനെ ചെയ്യാൻ പോവാണെന്നൊക്കെ ഞാൻ പറയും. ഞാൻ നടന്നില്ല. അപ്പൊ ഞാൻ വിചാരിക്കും ഓക്കെ നെക്സ്റ്റ് ടൈം ഇനി ഞാൻ ഒരാളോട് ഒരു കാര്യം ഞാൻ പറയില്ല, എൻ്റെ പേഴ്സണലാക്കി ഞാൻ വെക്കും, ഞാൻ ആരോട് പറയും. വീണ്ടും ഇതെന്നെ റിപ്പീറ്റ് ചെയ്ത് ഇത് എൻ്റെ സ്വഭാവത്തിൽ മാറ്റാൻ പറ്റാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ എനിക്കിതാ. നമ്മൾ പറയില്ലേ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് സൂക്ഷിക്കണം, ചില സന്തോഷങ്ങൾ അത് കണ്ണ് വെക്കോ കാര്യങ്ങൾ പേടിച്ചിട്ടൊന്നുമല്ല. പക്ഷെ ഇതാണ് മെയിൻ ഞാൻ പേടിക്കുന്ന ഇപ്പത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞതാ, നാളെ നടന്നില്ലെങ്കിൽ എന്ത്, നാളെ നടന്നില്ലെങ്കിൽ ഞാൻ ഇവരോടൊക്കെ എക്സ്പ്ലനേഷൻ പറയേണ്ടി വരും. ഓക്കെ, എന്നോട് മാത്രമല്ല ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്, ഈ എല്ലാവരോടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് നടക്കണം, ഇതാണ് കാര്യം, ഇതുകൊണ്ട് ഇത് നടന്നില്ല, ഇതുകൊണ്ട് ഇത് നടന്നില്ല എന്നുള്ളത്. ഇപ്പോൾ ഗൗരിയുടെ എല്ലാ പാട്ടുകളും എന്ന് വെച്ചാൽ ഗൗരി മൂവീസിൽ നോക്കുമ്പോൾ കുറച്ച് കുറവായിരിക്കും പാടുന്നുണ്ടായിരിക്കുക. കാരണം കൂടുതൽ ഇപ്പോൾ സോളോ പെർഫോമൻസിലാന്ന് തോന്നുന്നുണ്ട് കുറച്ചും കൂടി നല്ല. പക്ഷെ ഈ പാട്ടുകളെല്ലാം ഗൗരിയുടെ ഏതാൾക്കാരും വീണ്ടും വീണ്ടും, പ്രത്യേകിച്ച് എന്നിട്ട് ഗോതയത്തെ ആരോ നെഞ്ചിലയ്യോ അത് പറഞ്ഞപ്പോൾ അതൊന്നും പാടാൻ പറ്റുമോ? ആരോ നെഞ്ചിൽ മഞ്ഞായി പെയ്യുന്ന നേരം, താനേ വിണ്ണിൽ മിന്നാനൊരുങ്ങുന്നു താരം, ഒരു തൂവൽ തെന്നലുമെല്ലേ മനമാകെ വന്നൊഴിയുമ്പോൾ അറിയാതെ കണ്ണുകളെന്തേ തേടി പെൺമണിയാളെ, സായബ സായബ. ഗൗരിയുടെ എല്ലാ സോങ്ങും ഭയങ്കര സൗണ്ട്, പ്രത്യേകിച്ച് വോയിസ് ഭയങ്കര നമുക്ക് വീണ്ടും വീണ്ടും കേൾക്കാൻ തുടങ്ങിയത്.
എപ്പോഴെങ്കിലും ഗൗരിക്ക് തോന്നിയിട്ടുണ്ടോ ഇപ്പൊ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ വരുന്നത് നമ്മൾ അങ്ങോട്ടേക്ക് എഫേർട്ട് എടുക്കുമ്പോഴാണ്? കാരണം കൂടുതലും നമ്മൾ അങ്ങോട്ട് ഇപ്പൊ ചാൻസസ്, ഇപ്പൊ നമ്മളൊരു സിനിമയിൽ നമുക്ക് അഭിനയിക്കണമെങ്കിൽ നമ്മൾ ചാൻസസ് ചോദിക്കുന്നു, മൂവീസ് നമ്മളൊരു ഗൗരിക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് ഗൗരിക്ക് അതൊന്നും ഒരു അങ്ങനെ ഓക്കെ എനിക്ക് ഇതിങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് വേണം, എനിക്കിത് വേണം, അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. അത് ശരിക്കും എനിക്ക് തോന്നിയാണോ എനിക്കറിയാം. ചോദിച്ചാലേ കിട്ടുള്ളൂ, ഞാൻ ചോദിക്കാറില്ല. കാരണം നമ്മൾ കേൾക്കുമ്പോൾ ഇതിലെ എല്ലാ പാട്ടുകളും നല്ല ഹിറ്റ് ആയിട്ടുള്ളത്. കാരണം സഖിയ സോങ് മൂവിയിൽ വന്നിട്ടില്ലെങ്കിൽ പോലും പിന്നീട് അത് കേട്ടപ്പോൾ അത് വൻ ഹിറ്റ് ആയിരുന്നു. എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് സോങ്ങിൽ ഉണ്ടായിരിക്കും ഈ ഒരു പാട്ട്. ഇത് എന്റെ ഫേവറേറ്റ് സോങ് ആണ് എന്നുള്ളത്. ഇപ്പൊ ഗൗരിയുടെ വോയിസിലാണെങ്കിലും അതിനാണെങ്കിലും എല്ലാം അടിപൊളി സോങ്സ് ആണ്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കുറവായിരിക്കും. ഈ ആള് പാടിയ പാട്ടുകളൊക്കെ വളരെ കുറവായിരിക്കും. അതാ ഞാൻ ചോദിക്കാൻ കാരണം. അത് എനിക്ക് തോന്നുന്നു എൻ്റെ ഏറ്റവും താല്പര്യമുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം അങ്ങ് ചെയ്തു പോകുന്നുള്ള. ഇപ്പം എനിക്ക് ഈ പറഞ്ഞ പോലെ എൻ്റെ തന്നെ ട്രാക്സ് ഇറക്കുക, നമ്മുടെ കണ്ടന്റ്, ഇപ്പോഴാണ് ഈ കണ്ടന്റ് എന്നുള്ള വാക്കൊക്കെ പുതിയ സാധനം നമ്മുടെ കണ്ടന്റ് ഇറക്കുക, സ്വന്തം രീതികളിൽ പാട്ടുകൾ ഇറക്കുക, ആ ഒരു ഓട്ടോണമി എന്തോ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്. പ്ലേ ബാക്ക് പാടുമ്പോൾ അത് വേറൊരു രസമാണ്. ഈ പറഞ്ഞ പോലെ വേറൊരു മ്യൂസിക് ഡയറക്ടറിൻ്റെ ക്രിയേഷൻ അയാൾക്ക് ഏറ്റവും സന്തോഷമാവുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അത് വന്നാൽ ഒരിക്കലും ഞാൻ വേണ്ടാവൊന്നും വയ്ക്കത്തൊന്നുമില്ല. ഇത് നല്ല പാട്ടാ പൊട്ടപ്പാട്ടാ അങ്ങ് സെലക്ട് അങ്ങനെയൊന്നുമല്ല, വിളിക്കാത്തതുകൊണ്ട് തന്നെയാണ്. ഇപ്പം ചില മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ ചില ആൽബംസ് ഒക്കെ വരുമ്പോഴേക്കും ചില പടങ്ങളിലെ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമൊക്കെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പറയാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നമുക്ക് എപ്പോഴേലും വർക്ക് ചെയ്യാം, പക്ഷെ അവിടെ തീരും, പിന്നെ ഞാൻ അതിൻ്റെ പുറകെ പോവില്ല. പക്ഷെ അതാ പറഞ്ഞത്, ഇപ്പം ബാക്കി ഇപ്പോൾ ഉള്ളത് ഞാൻ വളരെ സന്തോഷത്തോടെയാണ് പോകുന്നത്. ഞാനങ്ങനെ ഭയങ്കര ഹസിൽ ചെയ്ത് ഭയങ്കര ആംബിഷൻ അങ്ങനെയുള്ള ആളൊന്നുമല്ല. ഞാൻ വളരെ ഒരു സ്ലോ ആയിട്ട് പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഏതൊരു പ്രൊഫഷണൽ, ഇപ്പോൾ സിംഗിങ് ആയിക്കോട്ടെ ആക്ടിങ് ആയിക്കോട്ടെ, നമുക്ക് ഏത് രീതിക്കാണോ ഹാപ്പിനെസ് കിട്ടുന്നത്, അതിപ്പോൾ പ്ലേ ബാക്ക് സിംഗിങ് തന്നെ ആവുന്നില്ല. ഗൗരിയുടെ എല്ലാ എനർജിയും ഏറ്റവും ഞാൻ പറഞ്ഞില്ലേ ആ സോളോ പെർഫോമൻസ് ഒരു സ്റ്റേജ് ഷോ പോയി, കാരണം ഗൗരി അത് അത്രയും എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യണേന്ന് ആ ഇരിക്കുന്ന എല്ലാവർക്കും ആ ഒരു എനർജി കിട്ടിക്കൊണ്ടേയിരിക്കും. ഇവിടെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഗൗരിയുടെ പാട്ടല്ല ഇവിടെ പ്രശ്നം, പലവർക്കും ഡ്രസ്സിങ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ നേരത്തെ ഗൗരിനോട് പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ ഇവിടെ ഈ പോഡ്കാസ്റ്റില് ഞാനൊരു ഷോർട്സും ടീഷർട്ടും വന്ന് ഇട്ടിട്ടാണ് സംസാരിക്കുന്നെങ്കിൽ എനിക്ക് കിട്ടുന്ന കമന്റ്സ് മൊത്തം ഞാനിപ്പോ ഗൗരിനോട് സംസാരിച്ചതോ അല്ലെങ്കിൽ നമ്മൾ കുറിച്ച വിഷയങ്ങളെ കുറിച്ചിട്ടായിരിക്കില്ല. കംപ്ലീറ്റ്ലി എന്റെ വാഷൻ എന്ത് എന്നുള്ളത് മാത്രം. കാരണം ഒരാളെ ജഡ്ജ് ചെയ്യുന്നത് നമ്മുടെ ക്യാരക്ടർ എന്തെന്നോ ഒന്നുമില്ല, നമ്മുടെ ഡ്രസ്സിങ് എങ്ങനെയാണോ, മറ്റൊരാളുടെ കണ്ണിൽ തെറ്റായ വേഷമാണ് നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ പോയി കാര്യം. നമ്മള് സ്ലട്ട് ഷെയ്മിങ്ങിന്റെ മാക്സിമം അവിടെ കൊണ്ടെത്തിക്കും. എത്ര നല്ല വർക്ക് നമ്മൾ ചെയ്തോ അവിടെ ഒക്കെ നമുക്ക് 0 ആയിരിക്കും പോയിക്കുന്നുണ്ടായിരിക്കും. ഗൗരിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടോ ഗൗരിയുടെ പാട്ടൊന്നല്ല ഇവരുടെ പ്രശ്നം, ഗൗരിയുടെ ഒരു ഡ്രസ്സിങ് ആണ് ഇവരുടെ ഒരു പ്രശ്നം? ഒരുപാട് പ്രശ്നമുണ്ട്. എനിക്ക് ഡ്രസ്സിങ് മാത്രമാണെന്ന് തോന്നുന്നില്ല, എൻ്റെ മുഖഭാവം ഭയങ്കര പ്രശ്നമാണെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത്രയും ചീത്ത കേട്ടിട്ടും ഇവളുടെ മുഖത്ത് ഒരു നാണക്കേടിൻ്റെയോ വിഷമത്തിൻ്റെയോ ഒരു സാധനം പോലും വരുന്നുള്ളൂ. പിന്നെ എങ്ങനെ ഇത്ര ഇതായിട്ട് പിന്നെയും ഒരു ഉളുപ്പും ഇല്ലാണ്ട് വന്ന് നിൽക്കണു. അതുപോലെ ഈ കമൻസിന് റിപ്ലൈ ചെയ്യുമ്പോഴേക്കും ഭയങ്കര പ്രശ്നമാണ്. ഇങ്ങനെ റിപ്ലൈ ചെയ്യുന്നത് എത്ര പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ലേ. അത് ഒരനക്കവും ഇല്ല, ഒരു കൂസലും ഇല്ല എന്ന് കാണുമ്പം ഇവർക്ക് കൂടുതൽ ദേഷ്യമാവും. അപ്പം ഐ ഡോണ്ട് തിങ്ക് അത് ഒരാളുടെ ഒരു പെൺകുട്ടി ഭയങ്കര അൺബോധേഡായിട്ട് അൺടച്ച്ഡായിട്ട് നിങ്ങൾ എന്തൊക്കെ വിളിച്ചു പറഞ്ഞാലും നിങ്ങൾ എന്തൊക്കെ ചെയ്താലും എനിക്ക് നല്ല കൺവിക്ഷൻ ഉണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ, ഞാനത് ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് ഇങ്ങനെ ഇരുന്ന് ബ്ലാൻഡായിട്ട് പോക്കർ ഫേസിൽ പറയുന്ന ഒരാളെ കാണുമ്പം പറ്റത്തില്ല അവർക്ക്. ഒന്നല്ലെങ്കിൽ നിങ്ങൾ കരഞ്ഞു കാണിക്കണം. നേരത്തെ പറഞ്ഞ അടുത്ത ദിവസം വന്നിട്ടിരുന്ന് കരയാണ്, ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല, ഈ കമന്റ്സ് വായിച്ച് ഞാൻ കരഞ്ഞു എനിക്ക് വയ്യാണ്ടായി, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ദ്രോഹിക്കുന്ന ചോദിച്ചാൽ കുറച്ച് പേരുണ്ട് ടീം മാറിയിട്ട് ഇപ്പുറത്ത് വരും. കുറെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ സപ്പോർട്ടുമായിട്ട് വരും, എന്തിനാണ് ഇങ്ങനെ ഒരു ആളെ ക്രൂശിക്കണേ. പക്ഷെ നമ്മളായിട്ട് നിൽക്കുവാണ്, ഇതെന്നെ തട്ടുന്നില്ല എന്നുള്ള സാധനം പുറത്തേക്ക് വിട്ടുകഴിഞ്ഞാൽ അത് അവരെ ഈഗോ ആണ് ഹേർട്ട് ചെയ്യുന്നത്. അവിടെ നമ്മളുടെ ഒരു കോൺഫിഡൻസോ അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്നുള്ള നിലക്ക് പുരുഷൻ, ഇതിപ്പോ ഞാൻ ഒരു ജെൻഡർ വെച്ചിട്ടല്ല പറയുന്നത്, ഒരു ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, പക്ഷെ അത് ജെൻഡർ ആയിട്ട് പറയണം കേട്ടോ. ഒരു പുരുഷനാണ് ഇത്രയും സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ അപ്രീഷിയേറ്റ് ചെയ്യും. അവിടെ ആണത്താണ്, കണ്ടില്ല അവൻ കരഞ്ഞില്ല എന്നുള്ള വരും.
പക്ഷെ ഒരു പെണ്ണാണ് ഇങ്ങനെ നിൽക്കെങ്കിൽ കണ്ടില്ല, ഇവർക്ക് നാണല്ല മാനല്ല ഒന്നുമില്ല, കണ്ടില്ലേ തൊലിക്കെട്ടി ഇരിക്കണേ എന്നേ പറയുള്ളൂ. എത്രയൊക്കെ നമുക്ക് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇല്ല എന്ന് പറഞ്ഞാലും ചില കാര്യങ്ങളിൽ ഇപ്പോഴും നമ്മുടെ സൊസൈറ്റി ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ട്. അതിലൊരു മെയിൻ കാര്യമാണ് കോൺഫിഡൻസ് എന്നുള്ളൊരു സാധനം. കോൺഫിഡൻസ് ഉണ്ടോ പോയി കാര്യം, കുറച്ച് ചിരിച്ച് എളിമയോട് കുറച്ച് പ്ലീസിങ് ഇങ്ങനെയൊക്കെ വരും. ഞാൻ കഴിഞ്ഞ ദിവസം ഗൗരീനെ എന്തോ റോട്ടിൽ വെച്ച് കണ്ടു, ഞാൻ ചിരിച്ചു, പക്ഷെ എന്നെ നോക്കി ചിരിച്ചില്ല, ആരാന്ന് പോലും എനിക്കറിയത്തില്ല. അതിന് ഭയങ്കര ജാടയാ. ഇങ്ങനെ കമന്റ്സ് ഒക്കെ വരും. ഇതാരാ, ഞാൻ എൻ്റെ പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കുന്നത് പരിചയമുള്ള ആരെങ്കിലും ആണോ ഈ പറയുന്നത്? അത് ഇറ്റ്സ് ലൈക്ക് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. നമ്മളെപ്പോഴും ചിരിക്കണം, പ്ലസന്റ് ആയിട്ടിരിക്കണം, എല്ലാവരെയും അഡ്രസ്സ് ചെയ്യണം. അത് ഒരു കാര്യം. ഞാൻ മിക്കപ്പോഴും റിലേ പോയ കോഴിനെ പോലെ ഞാനൊക്കെ നടക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ കാണുമ്പോൾ ഒക്കെ ഞാനൊക്കെ ഷോപ്പിംഗ് മോളിൽ നടക്കുമ്പോൾ ഞാനിവിടെ നല്ല ഇങ്ങനെയൊക്കെ, പക്ഷെ ഞാൻ എൻ്റെ തലയിൽ കൂടെ ഒരു 1000 കാര്യങ്ങൾ കടന്നിട്ടായിരിക്കും ഞാൻ ഇതുപോലെ പോകുന്നുണ്ടായിരിക്കാം. അപ്പൊ ആ സമയത്ത് ഒരാൾ എന്നെ നോക്കി ചിരിച്ചാൽ എൻ്റെ തലച്ചു. നമ്മളൊരാള് കേറി കഴിഞ്ഞാൽ ഇന്ന ആളെന്നെ നോക്കി ചിരിച്ചു, ഞാൻ തിരിച്ച് റെസ്പോണ്ട് ചെയ്യണം ചിരിച്ചു. അത് കണ്ടാലും മനസ്സിൽ കേറിയാലല്ലേ ചിരിക്കുള്ളൂ. ഇത് എനിക്ക് പലവട്ടം സംഭവിച്ചത്. നമുക്കത് ഓർമ്മ ഉണ്ടാവില്ല ഇടയ്ക്ക്. അതായത് ഇത് ആളുകൾക്ക് നമ്മൾ അറിയാന്നുള്ളത് ഓർമ്മ ഉണ്ടാവില്ല. ചില സമയത്ത് നടന്നു പോകുമ്പോൾ ആലോചിച്ചിരിക്കുന്നു ഇവര് തന്നെ നോക്കി ചിരിക്കുന്നു. അയ്യോ, സത്യമായിട്ട് റിലേറ്റ് ആണ്. എനിക്കുണ്ടല്ലോ ഒരാളെന്നെ നോക്കി ചിരിച്ച്, അപ്പൊ ഞാൻ മറ്റേ കള്ള ലക്ഷണം പോലെ ഇവരെന്തിനാ എന്നെ ഇപ്പൊ നോക്കി ചിരിച്ചത്. ഒരാൾ ഹായ് തന്ന്, അപ്പൊ എനിക്ക് എന്റെ കൈ പൊങ്ങി ഹായ് കൊടുക്കണം എന്നുണ്ട്, പക്ഷെ അത് എനിക്ക് പൊങ്ങുന്നില്ല. കാരണം ഉള്ളില് ഞാൻ ഇങ്ങനെ ഇപ്പൊ ടാറ്റ കൊടുക്കും. അപ്പൊ ഞാനിങ്ങനെ അവർക്ക് കൈ വെക്കുമ്പോ ഞാൻ ഇങ്ങനെ പോകും. പക്ഷെ അവരപ്പൊ വിചാരിക്കുന്നത് എന്ത് സാധന, ഇവൾക്ക് എന്തോന്ന് ഇതാന്ന്, ഇവളെന്തോന്ന് ചിരിച്ചു കഴിഞ്ഞാൽ അഹങ്കാരി എന്നുള്ളൊക്കെ ലേബിൾ ഇങ്ങനെ വരുന്നുണ്ടായിരിക്കും. പക്ഷെ ഇതാണ് നമ്മൾ ചിലപ്പോൾ സോഷ്യൽ മീഡിയ കാണുന്നുണ്ടായിരിക്കും, നമ്മളൊരു എല്ലാവർക്കും ചിലപ്പോൾ കുറച്ചെങ്കിലും സിമിലാരിറ്റി ഉള്ള ഫേസസ് ആയിരിക്കും എന്ന് വെച്ചിട്ട് എല്ലാവരെയും പോലെ തന്നെ നമ്മളും ലൈഫ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. എല്ലാവരെയും ഒരു എന്താ പറയാ, ഒരു സൊസൈറ്റിയിൽ ഇറങ്ങിയാൽ ഒരു പബ്ലിക് പ്ലേസസിൽ ഇറങ്ങുമ്പോൾ നമ്മൾ ചില കാര്യത്തിലൊക്കെ നമ്മളും ഒരു എല്ലാവരും ചിരിക്കുമ്പോൾ ചിരിച്ചെന്ന് വരത്തില്ല. ഭയങ്കര സംസാരിക്കാൻ മനസ്സിലാവൂല. ഇവരൊന്നും എന്തെങ്കിലും ഭയങ്കര പരിചയം സംസാരിക്കും വന്നിട്ട്. അപ്പൊ എന്തെങ്കിലും എന്റെ സ്ഥിര സ്ക്രിപ്റ്റ് ഉണ്ട്, ആളുകൾ വന്ന് സംസാരിക്കുമ്പോൾ ഒരു 4 ചോദ്യമുണ്ട്, ഞാൻ എഴുതി വെച്ചേക്കും. അപ്പം ഇത് പെട്ടെന്ന് നമ്മൾ ഓർക്കൂല, ഇത് നമ്മളെ ഇവർക്ക് തന്നെ അറിയാൻ സാധ്യതയുണ്ട്. എൻ്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ കറങ്ങി നടപ്പുണ്ട്. അപ്പൊ ചിലപ്പോൾ എൻ്റെ മുഖമൊക്കെ ആളുകൾക്ക് മനസ്സിലാവുന്നുള്ളത് ഓർമ്മ ഉണ്ടാവില്ല. പെട്ടെന്നായിരിക്കും വന്നിട്ട് ആ ചേച്ചി ഞാൻ മറ്റേ വീഡിയോ കണ്ടിട്ടുണ്ട്, എന്നിട്ട് ഇവരിങ്ങനെ നിൽക്കും. അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ട, പേരെന്താ? അയ്യോ, അങ്ങനത്തെ സിറ്റുവേഷനിൽ ശരിക്കും നമ്മൾ ഒക്കെ പോട്ടെ. ചിലപ്പോ നമ്മുടെ ഭയങ്കര ബന്ധുക്കൾ തന്നെ ആയിരിക്കും ചിലപ്പോ വരുന്നുണ്ടായിരിക്കും. ഇതൊക്കെ അതെന്നാൽ ഏറ്റവും പഠിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാദർ സൈഡോ മദർ സൈഡോ കുറച്ച് ഡിസ്റ്റന്റ് റിലേറ്റീവ് ആയിരിക്കും. നമുക്ക് ഒരു അറിവ് ഇവരെ ഉണ്ടായിരിക്കില്ല. അപ്പൊ ഇവര് വന്നിട്ട് മോൾക്ക് ഇങ്ങനൊക്കെ ഓർമ്മ ഉണ്ടോ ചോദിക്കുമ്പോ നമ്മളിപ്പോ ഇനി ഇല്ല എന്ന് പറഞ്ഞാൽ അത് അവർക്ക് വിഷമാവും. വേറെ എന്തെങ്കിലും പറയും. ഈ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്നൊരു സംഭവം ഉണ്ടായി. മിനിഞ്ഞാന്നൊരു കോള് വന്നെനിക്ക്. അപ്പം ഞാൻ വേറെ കോളിലായിരുന്നു. ഒരു കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. 1 തവണയോ 2 തവണയോ ഞാൻ വെച്ചു ഡെലിവറി വല്ല ഇരിക്കുന്നു. എനിക്ക് പുതിയ വീട് ഇപ്പോൾ വെച്ചേയുള്ളൂ. അപ്പോൾ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഡെലിവറി ആരെങ്കിലും തിരിച്ചു വിളിച്ചപ്പോഴേക്കും ആ ഗൗരി ഞാനാടാ, ആ കല്യാണം വിളിക്കാൻ വിളിച്ചതാ, കല്യാണം, കൺഗ്രാറ്റുലേഷൻസ്. ആ കോള് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ആരാണ്. ആളെ കല്യാണം വിളിച്ചു, അയാളുടെ ഭാര്യയായിട്ട് കോൺഫറൻസ് കോൾ ഇട്ടു ഭാവി വധുവായിട്ട്. എന്നിട്ട് അടുത്ത മാസമാണ് കല്യാണം എല്ലാം പറഞ്ഞു. ഈ പോഡ്കാസ്റ്റ് കാണുവാണെങ്കിൽ എനിക്ക് ഓർമ്മ വരുന്നില്ല. ഞാനിട്ട് കഴിഞ്ഞ കല്യാണം എന്നാണ്, കല്യാണം ഡേറ്റ് ആവുന്നല്ലോടാ, നീ എന്തായാലും വരണം, നീ വന്നൊരു പാട്ടൊക്കെ പറയണേ. ശരി ഉറപ്പായിട്ടും, ശരി വരണേ, ഓക്കെ. ഫോണൊക്കെ വെച്ച് ഞാനിങ്ങനെ ഇരിക്കുക. അങ്ങനെ കലേശപത്രി എടാ ഒരാളിപ്പോ വിളിച്ചടാ, എനിക്ക് മനസ്സിലായില്ല. കല്യാണം വിളിച്ച് ഭാര്യയോട് സംസാരിച്ച് ആരാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതാണ് അവസ്ഥ. അത് സത്യം. അതിപ്പോ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. എൻ്റെ ഉമ്മാക്ക് ഇതേപോലെ ഉണ്ട് കേട്ടോ. ഉമ്മാക്ക് ഒരാളെ ഓർമ്മ നിൽക്കാത്തതാണ്. ഉമ്മാടെ ഒക്കെ അടുത്ത് നിന്നിട്ട് ഇതേപോലെ വരും. എന്നിട്ട് ഉമ്മാക്ക് അപ്പൊ ഉമ്മാടെ മുഖത്തൊരു വലിച്ചൊരു ചിരി ഉണ്ട് ആ സമയത്ത്. ആളാരാന്ന് പോലും മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷെ എനിക്ക് കറക്റ്റ് കണ്ടാൽ മനസ്സിലാവും ഒരാളെ ഉമ്മാക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. എനിക്ക് മനസ്സിലായി എന്നുകൊണ്ട്. പക്ഷെ ഉമ്മ അത് എങ്ങനെയൊക്കെയോ മേക്കപ്പ് ചെയ്ത് ഒപ്പിക്കും. ആ കേൾക്കുന്ന ആൾക്ക് തോന്നും ഈ ആൾക്ക് എന്നെ കറക്റ്റ് മനസ്സിലായി. ആളെന്നിട്ട് വിശേഷം. അപ്പൊ ഞാൻ ഉമ്മാക്ക് ശരിക്കും എന്റെ മോളെ ആരാണാവോ എന്തൊക്കെയോ പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല എന്നുള്ള സാധനം പറയും. കലേഷിനെ പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഏറ്റവും രീതിക്ക് ഒരു പാർട്ട്ണർ, ഞാൻ ഹസ്ബൻഡിനേക്കാളും കൂടുതൽ പാർട്ട്ണർ എന്ന് പറയും, ഏറ്റവും ഗൗരിക്ക് തോന്നിയത് ഈ
വ്യക്തി എന്നെ ഇതിലാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് തോന്നിയ ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു ഇതുണ്ടോ? ഇപ്പൊ നമ്മുടെ ഏറ്റവും മെന്റൽ ബ്രേക്ക് ഡൗൺ ഉള്ള സമയത്തായിരിക്കും, നമ്മുടെ കരിയറിലായിരിക്കും, ഏറ്റവും കൂടുതൽ ഒരു സപ്പോർട്ടീവ് എന്ന് തോന്നിയത്? എപ്പോഴും ഞാൻ സമാധാനത്തിൽ ഇരിക്കുന്നുള്ളത് ഇവനെ ഉറപ്പിക്കും. അത് അവനായിട്ട് ഒരു എന്താ പറയുക, ഒരു ഇതുവരെ എനിക്ക് കുറേ ആദ്യം എൻ്റെ ഫ്രണ്ടായിരുന്നു, പിന്നെയാണ് നമ്മൾ റിലേഷൻഷിപ്പിലോട്ട് പോകുന്നതും കല്യാണത്തിലേക്ക് പോകുന്നതൊക്കെ. എപ്പോഴും ഹി മേക്ക് ഷുവർ ദറ്റ് മൈ പീസ് ഈസ് ഹിസ് പ്രയോറിറ്റി. അതെനിക്ക് കമ്പാരിറ്റീവ്ലി പുതിയൊരു അനുഭവമാണ് ശരിക്കും. കാരണം നമ്മൾ ഫ്രിക്ഷൻ ഉള്ള സ്ഥലങ്ങളിലോട്ട് എത്തുമ്പോൾ നമ്മളെല്ലാവരും അപ്പുറത്തുള്ള ആളെ മറക്കും. പിന്നെ നമ്മൾ നമ്മുടെ ആർഗ്യുമെൻറ്റ്സ്, നമ്മുടെ ഈഗോ, എനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർക്കണം, അങ്ങോട്ട് പോവാണ്ട് ആ ഏറ്റവും നമ്മൾ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എന്താ പറയുക, ഒരു ആർഗ്യുമെൻ്റ് നിൽക്കണ സമയമാണെങ്കിൽ അതൊന്നും ഇല്ല കേട്ടോ, ഭയങ്കര കുറവാണ്. എന്നാൽ എന്തെങ്കിലും വന്നാൽ തന്നെ ഹി മേക്ക് ഷുവർ ഈ ആളുടെ പീസ് എൻ്റെ പ്രയോറിറ്റിയാണ്. അപ്പോൾ അപ്പോഴാണ് നമ്മളും കുറേ മസിൽ വിടുന്ന അപ്പോഴേ. കാരണം നമ്മൾ പ്രീവിയസ് റിലേഷൻഷിപ്സിലൊക്കെ വലിച്ചു കയറ്റിയ കുറേ മസിലുണ്ടാവും. അതായത് നമ്മളിങ്ങനെ നിൽക്കുമായിരിക്കും. അപ്പം മുന്നത്തെ എക്സ്പീരിയൻസിനൊക്കെ ആയിരിക്കും പഠിച്ചു വെച്ചിട്ടുണ്ടാവുക. ഈ ആർഗ്യുമെൻറ്റ്സും വീട്ടിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാവും, നാട്ടിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാവും, സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാവും. മറ്റേ ആളെന്നെ അറ്റാക്ക് ചെയ്യാൻ വരാൻ പോവാണ്, ഇപ്പം അയാൾ മറ്റത് വിളിച്ചു പറയും, അപ്പം ഞാൻ ഇത് പറയണം, അപ്പം അത് പറയും, അപ്പം ഇതിങ്ങനെ നമ്മളിങ്ങനെ നിൽക്കുമായിരിക്കും. നമ്മൾ അറ്റാക്ക് ചെയ്യാനുള്ള അപ്പം വന്നിട്ട് ബാ ഇവിടെ ഇരിക്കും. ആ സമയത്ത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇതെന്താ ഇത് ഇങ്ങനല്ലല്ലോ. അപ്പം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സേഫ് സ്പേസ്. നമുക്ക് നമ്മുടെ എവിടുന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ ട്രിഗർ ഓൺ ആയത്, എവിടുന്നാണ് ഈ ആർഗ്യുമെന്റ് ചെയ്യാനുള്ള സാധനം, ആർഗ്യുമെന്റിലോട്ട് പോകാനുള്ള സാധനം ഓണായെന്നൊക്കെ മനസ്സിലാവണമെങ്കിൽ ആ ഇരുത്തലുണ്ട്. നമ്മൾ പിടിച്ചിരുത്തിയിട്ട് നമ്മുടെ കൂടെ ഇങ്ങനെ ഇരിക്കും. അപ്പോഴാണ് തല ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ട് ഓക്കെ ഇപ്പം എനിക്ക് വന്ന ഈ സാധനം ഇവിടെ നിന്നൊന്നും അല്ല വന്നത്, ഇത് അന്ന് അതുണ്ടായതുകൊണ്ട് അവിടെ നിന്ന് ആ എക്സ്പീരിയൻസ് ഞാൻ പഠിച്ച സാധനമാണ് ഇപ്പം ഇവിടെ വരുന്നത്, പിന്നെ റിപ്പീറ്റ് ആവില്ല. സോ ആ സേഫ് സ്പേസ് നമുക്ക് ഒരുക്കി തരുന്നൊരു പാർട്ട്ണർ എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് എനിക്ക് തോന്നുന്നു. സത്യം, ഭാഗ്യം മാത്രമല്ല, ഒരു റിലേഷൻഷിപ്പിൽ വേണ്ട ഒരു കാര്യം മെയിൻ ലവ്, ലസ്റ്റ് എല്ലാം മാറ്റിവെച്ചാലും നമുക്ക് സമാധാനം എവിടെയാണോ അവിടെയാണ് നമുക്ക് നമ്മളായിട്ട് ഇരിക്കാൻ പറ്റുന്നത്. അതാണ് ഏറ്റവും ഒരു റിലേഷൻഷിപ്പ് ബ്യൂട്ടിഫുൾ ആയിട്ട് പോണെങ്കിലും മെയിൻ ഒരു എന്താ പറയാ, അതിന്റെ അടിത്തറ എന്ന് പറയണത് ഇത് തന്നെ ആയിരിക്കും. അല്ലാണ്ട് ഒരാളൊരു സമാധാനം ഫുൾ കംപ്ലീറ്റ്ലി കളഞ്ഞിട്ട് പിന്നെ കുറച്ച് വന്നിട്ട് നമ്മളെ പുന്നരിച്ചിട്ടോ നമുക്ക് വീണ്ടും കൊന്നുകൂടി സ്നേഹം തന്നിട്ട് കാര്യമില്ലല്ലോ. മറിച്ച് ഈ സമാധാനം കളയാതിരിക്കലല്ലേ ഒരു പാർട്ട്ണർ ആയിട്ടുള്ള ഒരാൾ ചെയ്യുന്നത്. എന്ത് ബന്ധമാണെങ്കിലും, പാർട്ട്ണർ ആണെങ്കിലും, സുഹൃത്താണെങ്കിലും, പാരന്റ്സ് ആണെങ്കിലും, നമുക്ക് കൂടെ വഹിക്കുന്ന കൊളീഗ്സ് ആണെങ്കിലും, സിബ്ലിങ്സ് ആണെങ്കിലും, മെയിൻ സംഭവം നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ആ സിറ്റുവേഷൻ ഉണ്ടാക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ആ ആൾക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് ആണ്, അയാളുടെ മാനസിക സൗഖ്യത്തിന് കൊടുക്കുന്ന ഒരു പ്രയോറിറ്റിയാണത്. ഓപ്പോസിറ്റ് ഉള്ള ഒരാളുടെ മെന്റൽ പീസ് തകർക്കാതിരിക്കാൻ നോക്കലാണ് എന്ത് സ്നേഹബന്ധം ആയിക്കോട്ടെ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് അതാണ്. കാരണം അത് ഒരു ലൈഫ് ലോങ് ഒരു ട്രോമയ്ക്ക് അത് ശരിക്കും ആക്ച്വലി മാറും. അത് ഒരു ചെവി കൂടെ കേട്ട് വേറെ അങ്ങനെ സാധനം ഇല്ല. ഇത് ഈ ചെവി കൂടെ പോയിട്ട് ഇവിടെ കൂടെ അല്ല പോകുന്നേ, ഇത് ഇങ്ങനെ ഫുള്ള് അവിടെ കിടക്കും ഇങ്ങനെ. അത് പലരും നമുക്ക് തന്നെ ഉപദേശിക്കും, ചെവി കൂടെ ഇടക്കാലൊക്കെ ഇങ്ങനെ എന്റെ ആണെങ്കിൽ എന്റെ 10 വർഷം മുമ്പ് 10 വർഷം മുമ്പാണ് ഞാൻ ചിലപ്പോൾ LKG ഉള്ള കാര്യങ്ങൾ എനിക്ക് വിഷമം വന്നത് ഇവിടെ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അത് ഇതുവരെ വായിച്ച് കളയാൻ പറ്റിയിട്ടില്ല. ഞാൻ 6 വയസ്സുള്ളപ്പോൾ ഒരു ട്യൂഷൻ ക്ലാസ്സിൽ പോയിരുന്നു. 6 വയസ്സെന്ന് പറയുമ്പം UKG 1ാം ക്ലാസ്സോ. 6 വയസ്സിൽ ട്യൂഷനൊന്നും ഇല്ല, അവിടെ പോയിരുന്ന ഹോംവർക്ക് ചെയ്യുക. അവിടെ ഇരുന്നിട്ട് ഒരു പായലിരുന്നാണ് ചെയ്യുക. അപ്പം ട്യൂഷൻ ടീച്ചർ ഓപ്പോസിറ്റ് കുട്ടികളൊക്കെ നിരന്ന് പായലിരിക്കും. പായലിരുന്നിട്ട് എനിക്കൊരു 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ബാത്റൂം പോകണം. പക്ഷേ എനിക്ക് ചോദിക്കാൻ പേടി, ടീച്ചറിനോട് ബാത്റൂം പോകണം എന്ന് പറയാൻ പേടി. പക്ഷേ വന്നിട്ട് പോയേ പറ്റുള്ളൂ. ലാസ്റ്റ് അവിടെ ഇരുന്നിരുന്ന് ഞാൻ അവിടെ തന്നെ മൂത്രമൊഴിച്ചു 6 വയസ്സുള്ളപ്പോൾ. അതിപ്പോഴും എനിക്ക് ഓർക്കുമ്പോൾ നാണക്കേട് വരും. 6 വയസ്സുള്ള കുട്ടീനെ ഇപ്പം നാണക്കെടുത്തിക്കൊണ്ടിരിക്കുക ഞാൻ. സോ അതാണ് ഇതിൻ്റെ. നിങ്ങൾ 5 വയസ്സുള്ള കാര്യം നിങ്ങൾ എന്തിനാ പറയുന്നത്? 10 വയസ്സ് 5 വർഷം മുന്നേ ഉള്ള കാര്യമല്ല, ഇത് കഴിഞ്ഞ മാസം നടന്നേക്കാൻ നിങ്ങൾ പറയും. ഇതെല്ലാം ഇവിടെ കിടപ്പുണ്ട്. അത് ഗൗരി പറഞ്ഞു, ഞാൻ സോഷ്യൽ മീഡിയ ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞ് നാളത്തെ റീല് മൊത്തം ഇങ്ങനെ ഇറങ്ങുമെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ ഇത് എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ അറിയാം. ഇതേപോലെ ഞാൻ LKG UKG ഇതിന്റെ അപ്പുറം പോയിട്ടില്ല. LKG UKG പഠിക്കുമ്പോൾ ഇതേപോലെ നമുക്ക്
ടോയ്ലറ്റിൽ പോകണം എന്ന് പറഞ്ഞപ്പോൾ എന്തോ കാരണം സാധാരണ ആ സമയത്തൊക്കെ പറഞ്ഞ ടീച്ചർമാരെ അപ്പം ഇത് കൊണ്ടുവന്ന ഇതെന്നെ ഒരു വട്ടം ഞാൻ പോയി വന്ന് എനിക്ക് കംപ്ലീറ്റ്ലി ഓർമ്മയില്ല, പക്ഷെ എന്തോ ഒരു പോയി വന്ന് അപ്പൊ തന്നെ പിന്നെ ചോദിക്കാനുള്ള മടി എന്തോ തന്നെ ഞാൻ അവിടെ പിന്നെ ഇരിക്കുന്ന കബോർഡിൽ പോയി ഞാൻ മൂത്രമൊഴിച്ചിട്ടുണ്ട്. അത് പക്ഷെ എനിക്ക് ഇപ്പോഴും ഞാൻ ആലോചിക്കും, ഞാൻ എന്നാലും എങ്ങനെ കബോർഡിൽ പോയി ഞാൻ മൂത്രം ഒഴിച്ചു, കാരണം ഇത്രയും സൂത്രമായിട്ട് ആരും കാണില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ആ സമയത്ത് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെ ഫ്ലോർ മൊത്തം വെള്ളം എന്നുള്ള ബുദ്ധിയില്ലായ്മ. പക്ഷെ അപ്പോഴും ആർക്കും മനസ്സിലായിട്ടൊന്നുമില്ല കേട്ടോ. ഇത് മനസ്സിലായി, ഞാൻ പാവാട ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഫുള്ള് ഇങ്ങനെ വെച്ചിട്ട് മാക്സിമം സെറ്റ് ആക്കിയിട്ട് എഴുതിട്ട് പോയത്. പക്ഷെ ഇപ്പോഴും ഓർക്കും ഞാൻ പിന്നെ ആലോചിക്കുന്ന ഈ 6 വയസ്സുള്ള കുട്ടിക്ക് എവിടുന്നാണ് ഇത്ര നാണക്കേട് വന്ന ടീച്ചറിനോട് ചോദിക്കാൻ, എവിടുന്നാണ് ഈ 6 വയസ്സുള്ള കുട്ടി പഠിച്ചത്? ഒരുപാട് ജീവിതാനുഭവം ഒന്നും ഇല്ലല്ലോ. സോ ആ കുട്ടി എന്ത് വലിയ സ്പോഞ്ചാണ്, 6 വയസ്സുള്ള കുട്ടീന്റെ ബ്രെയിൻ എന്ത് സ്പോഞ്ചാന്ന് ആലോചിക്കാൻ ഞാൻ. ആ പ്രായത്തില് ഇത്രയും ബാത്റൂമിൽ പോണം ടീച്ചർ എന്ന് പറയാൻ എവിടുന്നാണ് ഈ കുട്ടി നാണക്കേട് പഠിച്ചത്? ഞാൻ ശരിക്കും വിചാരിച്ചത് എന്റെ മാത്രം പ്രശ്നം. ഞാൻ ഇത്രയും ഗൗരി എന്ന് പറഞ്ഞപ്പോ എന്റെ കഥനോട് ഏകദേശം ഒരു സാമ്യമുള്ള ഒരാളെന്ന് എനിക്ക് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നവർക്ക് ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ഈ കഥ പറഞ്ഞിട്ട് ഞാൻ ഇത് പറയുന്നത് ഞാൻ തന്നെ ആലോചിക്കുന്നത് ഞാൻ എന്തായിരിക്കും ചെയ്തത്. ഇങ്ങനെ ഒരുപാട് സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ പിന്നെ സംസാരിച്ചു തുടങ്ങി ഇങ്ങനെ കുറെ കഥകൾ പറഞ്ഞു ഇതാക്കും. പക്ഷെ സത്യമായിട്ടും ഞാൻ ഈ ഒരു ഗൗരിനായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഞാൻ പേഴ്സണലി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റോ ആയിരുന്നു കോൺവെർസേഷൻ കംപ്ലീറ്റ്ലി. ഇപ്പൊ എന്റെ പാർട്ടിയിൽ നിന്നായിക്കോട്ടെ ഗൗരിയുടെ പാർട്ടിയിൽ നിന്നായിക്കോട്ടെ അവിടെ ഒന്നും അങ്ങനെ അടക്കി പിടിച്ചെന്നോ അല്ലെങ്കിൽ മസിൽ പിടിച്ചെന്നോ എനിക്ക് തോന്നിയിട്ടില്ല. അത് കാണുന്ന ആൾക്കാർക്കും അത് പേഴ്സണലി ഫീൽ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കുറച്ച് ആൾക്കാർക്ക് അവരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ രീതിക്ക് ഒരു സമാധാനം കിട്ടുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിക്ക് അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. താങ്ക് യു സോ മച്ച്. എനിക്ക് ഒന്നും പറയാനുണ്ട്. നമ്മുടെ ഈ പോഡ്കാസ്റ്റ് ഇന്ന് ഷൂട്ട് ചെയ്യണത് ഗൗരി ലക്ഷ്മിയുടെ ഒരു ഹോം സ്റ്റേയിലാണ്. പലർക്കും അറിയുന്നുണ്ടാവും, ഇസൈക്കോട്. ഇവിടെ ശരിക്കും തന്നെ ആലപ്പുഴയിലാണ് ഈ ഒരു ഇരിക്കുന്നത്. ഭയങ്കര ഭംഗിയാണ്. പ്രത്യേകിച്ച് ഈ വീടിൻ്റെ ഉള്ളിലത്തെ ഇൻറ്റീരിയർ ഒക്കെ ഉണ്ടല്ലോ, ശരിക്കും വന്ന് കാണണം. നമ്മളുടെ ഇപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഫ്രെയിമിൽ ഓരോ മുക്കിലും മൂലയിലും ഭയങ്കര ഭംഗിയാണ്. അത് ഞാൻ വേറൊരു വീഡിയോ റീലായിട്ട് ഞാൻ ഇടാം. പക്ഷേ വരണം കേട്ടോ, നിങ്ങൾ ഇവിടെ ശരിക്കും ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരണം. ഹോം സ്റ്റേ എക്സ്പീരിയൻസ് ചെയ്യാൻ ഇസൈക്കോട്ടിൽ വരണം. അപ്പം ഇത് ഞാൻ ശരിക്കും ജെനുവിനായിട്ട് ഞാൻ പറഞ്ഞതാണ്. ഇനിയിപ്പോൾ ഞാൻ ഇത് പറഞ്ഞു വെച്ചിട്ട് ഗൗരി നിന്നെ ഞാൻ ഇൻസ്റ്റാ മെസ്സേജിൽ ഗൗരി എനിക്കൊരു പോഡ്കാസ്റ്റ് എപ്പിസോഡ് വരുമോ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഞാൻ അങ്ങോട്ട് അയച്ചിട്ട് വന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.